ആത്മാവ് ലഭിച്ചവൻ പുതുക്കപ്പെട്ടവൻ. ഇനിയും എന്താണ് ആത്മാവ് നമ്മളോട് മന്ത്രിക്കുന്നതെന്ന് കേട്ടിട്ട് ദൈവഹിതത്തിനായിട്ട് യെശയ്യാവ് ചോദിക്കുന്നുണ്ട്. യെശയ്യാവിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ആർ പോകും? തീക്കട്ട നാവിൽ സ്പർശിച്ച് നിനക്ക് നീ അശുദ്ധിയില്ല എന്ന് കേട്ട ശബ്ദം കേട്ടപ്പോൾ യെശയ്യാവ് പറയുന്നുണ്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ. അതുകൊണ്ട് ആത്മാവിന്റെ ശബ്ദം കേട്ട് നമ്മളെയൊക്കെയും ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം പോലെ നമ്മളെ നിർത്തിയിരിക്കുക. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി മാത്രം മതി, അത്തിയുടെ ആവശ്യമില്ല. എന്നാൽ അവൻ നട്ട ആ അത്തിവൃക്ഷം പോലെ ചിലർക്ക് തണൽ കൊടുക്കുവാനും ജോലി ചെയ്യുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കുവാനും ഒക്കെയായി നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഫലമുണ്ടോ ഇല്ലയോ എന്ന് യജമാനൻ തെറ്റി വരും. ഇപ്പോഴും നമ്മുടെ തോട്ടക്കാരനായ ക്രിസ്തു പറയുകയാണ്, ഞാനൊന്ന് കിളച്ച് വളമിടട്ടെ. അടുത്ത കാലം ഈ കൊല്ലം ആയില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. കർത്താവിന്റെ തിരുശരീരമാകുന്ന ആ വളവും തടവെടുപ്പും കൊണ്ടാണ് ഇപ്പോഴും നാം നിൽക്കുന്നത്. ഈ വർഷമെങ്കിലും ഫലം കായ്ച്ചില്ല. യജമാനൻ വരുമ്പോൾ അതിന്റെ കടക്കൽ കത്തിവെക്കേണ്ടതായി വരും എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ധ്യാനം, ദൈവത്തോട് ചേർന്നുള്ള ഈ ജീവിതം കൂടുതൽ നിർമ്മലതയിൽ വളരുവാനും ചില എത്തിക്സുകൾ, ധാർമ്മികതകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുമായിട്ടാണ് ഇടയാകേണ്ടത്. എന്നാൽ അതിന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ചില ആചാരങ്ങളോ ചില കടമകളോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വരുന്നത്. ഇതിൽ ചിലപ്പോൾ ചില മനുഷ്യർ പറയും, ഞാൻ ഇന്ന് പുതുപ്പള്ളിയിൽ ധ്യാനമുണ്ട്, അവിടോട്ട് പോവുകയാണ്. എന്തിനാ പോകുന്നത്? ഞാൻ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്, അതുകൊണ്ട് ഈ ആഴ്ചയിലും പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ധാർമ്മികത പരത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ന്യായവിധിക്ക് കാരണമായി തീരും. കാരണം തിരുവചനം കേട്ട് അനുസരിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ദേശത്തൊരു രക്തവാതകം കണ്ടിട്ട് ആ രക്തവാതകത്തെ കുറിച്ച് നീ അവനോട് ബോധ്യം വരുത്തി നീ അവനോട് പറഞ്ഞാൽ, നിന്നോട് പ്രവാചകനോട് അതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുകയില്ല. കാരണം നീ പറഞ്ഞു, കേട്ടോ കേട്ടില്ലയോ എന്നുള്ളതാ. നീ പറഞ്ഞില്ലെങ്കിൽ പ്രവാചകനോട് അതിനോട് ആ രക്തത്തിന്റെ വില നിന്നോട് ചോദിക്കും. അവൻ കേട്ടനുസരിച്ചാൽ അവനെ നീ നേടി. അവൻ കേട്ടില്ലെങ്കിൽ അവനോട് ഞാൻ കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഈ കേൾക്കുന്ന തിരുവചനമൊക്കെ നന്മയേക്കാൾ നമുക്ക് തിന്മയ്ക്കാണോ കാരണമായി തീരുന്നതെന്ന് ചിന്തിക്കുക. ഞാൻ തുറന്നു പറയുന്നൊരു കാരണം, ഒരു കാലത്ത് നമ്മളെ വിധിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതൊക്കെ, എന്നെയും നിങ്ങളെയും വിധിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതൊക്കെ ഈ കേട്ട വചനങ്ങളായിരിക്കും. അതുകൊണ്ട് കേട്ട വചനങ്ങളെ ജീവിതത്തിൽ സംശീകരിച്ച് ഒരു ധാർമ്മികത പകർത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ന്യായവിധിക്ക് അടിക്കുന്ന ഓരോ ആണികളുമായിരിക്കും എന്ന് മറന്നു പോകും. ഒരു ജീവിതത്തിൽ ധാർമ്മികത പരത്തുവാൻ കഴിയാത്ത ഒന്നും ക്രിസ്ത്യാനിറ്റി അല്ല. ക്രിസ്തീയത എന്തെങ്കിലും ഇങ്ങനെ കാട്ടിക്കൂട്ടി പോകുന്നതിന്റെ പേരല്ല, കർത്താവിന്റെ പാദപീഠത്തെ പിൻപറ്റുന്നതിന്റെ പേര്. സഹനത്തെ ഏറ്റെടുത്താലും പ്രവൃത്തികൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒന്നിന്റെ പേര്. അതുകൊണ്ട് ഇത് ന്യായവിധിക്ക് കാരണമായി തീരാതെ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്ന് അകത്ത് പ്രവേശിപ്പിക്കാൻ എന്നുള്ള ശബ്ദം കേൾക്കുവാനായിട്ട് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതങ്ങനെയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാനിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഞാൻ മുന്നമേൽ പറയുകയാണ്, ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാം. ഇതിന് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പെതുക്കെ എണ്ണിച്ച് സമാധാനത്തോടെ അത് തെറ്റാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ ശരിയായിട്ടും അത് തെറ്റാണെന്ന് പറയുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത് എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ കുറിച്ച് പഠിതാക്കൾ പറയുന്ന പേര് സുവിശേഷങ്ങളിലെ സുവിശേഷമെന്ന്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകളാൽ സമ്പുഷ്ടമായ വേദഭാഗമാണ്. ഇതിൽ ഉപമകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഒരു മനുഷ്യന്റെ നൂറാട്, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, 99 മാറ്റി നിർത്തിയിട്ട് ഒന്നിനു വേണ്ടി പോകുന്ന ഒരിടെ. രണ്ടാമത്തെ ഉപമ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു.
ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. അവൾ വിളക്ക് കത്തിച്ച് വീട്ടിന്മേൽ വെച്ചിട്ട് എല്ലാം വാരി തൂത്തുപെറുക്കി അത് കിട്ടുമ്പോൾ സന്തോഷിക്കും. മൂന്നാമത്തെ ഉപമ, ഒരു അപ്പന് 3 മക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവൻ അപ്പന്റെ വസ്തുവകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അപ്പനെയൊക്കെ വിട്ട് ദൂരദേശത്തേക്ക് പോവുകയും അവിടെ മോശപ്പെട്ട അല്ലെങ്കിൽ യഹൂദന്മാർക്ക് നിഷിദ്ധമായ രീതിയിലുള്ള ജീവിതങ്ങളൊക്കെയും നയിച്ചു കൊണ്ടുപോയി വല്ലാത്ത കടക്കണിയിൽ പെട്ടുകൊണ്ട് തിരികെ അപ്പന്റെ അടുക്കലേക്ക് വരികയും ചെയ്യുന്ന ഉപമകളാണ്. അതുകൊണ്ട് ഈ ഉപമകളെ എല്ലാം ചേർത്തുകൊണ്ടാണ് പഠിതാക്കൾ ഈ വേദഭാഗത്തെ സുവിശേഷങ്ങളിലെ സുവിശേഷം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും പറയാമോ എന്താണ് സുവിശേഷം? എത്ര സുവിശേഷമുണ്ട്? 4 സുവിശേഷമുണ്ട്. എന്താണ് സുവിശേഷം? അവനെ കുറിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ദൈവത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ് സുവിശേഷമെങ്കിൽ സുവിശേഷം 4 ഇല്ല, 1 ഉള്ളൂ. സുവിശേഷം ഒറ്റ സുവിശേഷമേ ഉള്ളൂ. കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ച് മാലാഖ മുഖാന്തരം ദൈവം മറിയാമിനോട് അറിയിക്കുകയും അവൻ ജനിച്ച് തന്റെ ഇഹലോക ജീവിതവാസത്തിന് ശേഷം പീഡാമരണങ്ങളും പങ്കപ്പാടുകളും നിമിത്തം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ഒന്നാണ് സുവിശേഷമെങ്കിൽ സുവിശേഷം 1 ഉള്ളൂ. എന്നാൽ 4 വ്യത്യസ്ത കോണ്ടസ്റ്റുകൾക്ക് വേണ്ടി, 4 വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് വേണ്ടി ഈ ഒരു സുവിശേഷത്തെ 4 രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ: തന്റെ ജീവൻ താൻ എന്തിനു വേണ്ടി നൽകിയോ ആ ജീവന്റെ മൂല്യത്തിൽ പാപികളെ അനുഭവിപ്പിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുവാൻ വേണ്ടിയുള്ള ഉത്തമമായ വഴിയുടെ പേരാണ് സുവിശേഷം. സുവിശേഷം അത്രയും ഉള്ളൂ. എന്താണ്? പാപി അനുഭവിച്ച് സ്വർഗം സന്തോഷിക്കണം. താൻ എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ആദാമിന്റെ പാപനിമിത്തം പതനത്തിൽ പോയിരുന്ന മനുഷ്യൻ പാപത്തിൽ അഴണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവനെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, അനുഭവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വഴിയൊരുക്കുന്ന ദിശാബോധത്തിന്റെ പേരാണ് സുവിശേഷം. അങ്ങനെയെങ്കിൽ ഈ 3 സുവിശേഷം തന്നെ. ഈ വായിച്ച 3, ഈ പറഞ്ഞ 3 ഉപമകളും സുവിശേഷം തന്നെയാണ്. ഒന്നാമത്, ഒരു മനുഷ്യന്, ഒരു ഇടയന് ആടുണ്ട്. ആടിന്റെ 1 നഷ്ടപ്പെട്ടു പോയത്. മറ്റാട്ടിടയന്മാരോടൊക്കെ ചോദിക്കുന്നു, പറയുന്നുണ്ട്, എന്റെ ഒരു ആട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻ ഷോകളിലൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് ആട്ടിടയന്മാരോട് പറയുന്നുണ്ട്, എന്റെ ആട് നഷ്ടപ്പെട്ടു പോയി. അവരൊക്കെ പറയുന്നുണ്ട്, പോട്ടടാ, 1 നഷ്ടപ്പെട്ടു പോയത്, 99 കൂടെയില്ലേ. ആക്ഷൻ സോങ്ങില് യഥാർത്ഥ ഇടയൻ പറയുന്ന വാക്കിങ്ങനെയാ: ഒരുപാടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് എന്റേതാ. ഈ 99 ജീവൻ നൽകുന്നത് പോലെ ഈ 99ന്റെ ജീവൻ പോലെ തന്നെ മൂല്യമുള്ളതാണ് 1ന്റെ ജീവിതം. അത് എന്റേത് തന്നെയാ. അങ്ങനെയെങ്കിൽ വഴിതെറ്റിപ്പോയതിനെ തിരികെ ഇടയന്റെ ആലയിലേക്ക് കൊണ്ടുവരുന്ന 1ന്റെ പേരാണ് സുവിശേഷം. നോക്കുക, നല്ല രീതിയിൽ ഇടയൻ സുവിശേഷം പാലിക്കുക. ഇടയനെ വിട്ട് ഓടിപ്പോയ ആടിനെ എങ്ങനെയൊക്കെയോ കൊണ്ട് കഴുത്തിലെടുത്തുകൊണ്ട്, അത് നമ്മുടെയൊക്കെ രീതിയിൽ പറഞ്ഞാല് അവനല്ലേ കുറ്റം ചെയ്തത്, കുറച്ച് അനുഭവിക്കട്ടെ. അവനല്ലേ തെറ്റ് ചെയ്തത്, കുറച്ചൊക്കെ അനുഭവിക്കട്ടെ. പാരമ്യത്തിലെത്തട്ടെ, എന്നിട്ട് ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെയല്ല, പോയ പുറകെ ഇടയനാണ് വേദനകൾ മുഴുവൻ എടുക്കുന്നത്. പോയി തിരികെ ആടിനെ കൊണ്ടുവന്നിട്ട് സന്തോഷിക്കുക. അവന്റെ ഉള്ളതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് അവൻ സദ്യവട്ടങ്ങളൊക്കെ കൂട്ടി സന്തോഷിക്കുക. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സന്തോഷിക്കുക. ഇത് സ്വർഗത്തിന്റെ സന്തോഷം. രണ്ടാമത്, ഒരു സ്ത്രീക്ക് അവൾ അണിയുന്ന ദ്രഹ്മയുണ്ട്. 10 ദ്രഹ്മ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ താലി അണിയുന്നത് പോലെ, വിവാഹം കഴിച്ച സ്ത്രീകൾ മാത്രമേ 10 ദ്രഹ്മ നാണയങ്ങൾ ഇങ്ങനെ കോർത്ത് മാല പോലെ അണിയുകയുള്ളൂ. ഇതിലെ 1 നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അമ്മമാരുടെ കഴുത്തിലെ മിന്ന് നഷ്ടപ്പെടുന്നത് പോലെയാണ്. അമ്മ രാവിലെ എണീക്കുമ്പോൾ കഴുത്തിൽ മിന്നില്ല. തപ്പി നോക്കുക, അവിടെ എല്ലാം അടിച്ചു പെറുക്കി നോക്കുക. പിന്നെ അമ്മമാർക്കൊരു പ്രയാസമുണ്ട്, താലി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്തോ ഒരു പ്രയാസം ഭർത്താവിന് ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു തോന്നല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട്
അതുപോലൊരു താലി മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങ് ഇടുവോ? പിന്നെ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇതേപോലെയാണ് ഈ സ്ത്രീക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കാരണം ഈ അടിച്ചുമാരി പൊറുക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് അവിടെ ഇല്ല. പറയുന്നുണ്ടോ? ഇല്ല. കാരണം യഹൂദന്മാരായതുകൊണ്ട് ബിസിനസ്സുകാരാ, എവിടേക്കെല്ലാം വ്യാപാരത്തിന് പോയിക്കുക. അപ്പൊ സ്ത്രീക്ക് കൂടുതൽ പ്രശ്നമാണ്. കാരണം കള്ളന്മാരും കൊള്ളക്കാരുമുണ്ട്, പ്രശ്നങ്ങൾ ഏറെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇത് എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവള് അടിച്ചു വാരി, വിളക്ക് കത്തിച്ചൊക്കെ അടിച്ചു വാരി അത് കിട്ടി സന്തോഷിക്കുക. കാണാതെ പോയത് തിരികെ വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതുപോലെ മൂന്നാമത്തേതും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ 2 മക്കൾ, അപ്പന്റെ കൂടെ നിൽക്കുന്ന മക്കളാണ്. ഒരാള് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അവൻ വരുന്നതും കാത്ത് ദൂരമേ നോക്കി നിൽക്കുന്ന ഒരു പിതാവ്. അവൻ വരുമ്പോൾ അനുഗ്രഹീതമായി അവനെ പുത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് സന്തോഷിക്കുക. സഹോദരന് ചില മുറുമുറുപ്പുകളൊക്കെ എങ്കിലും പിതാവിന് വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയുണ്ട്. അപ്പൻ അവനെ വിളിച്ച് ഭവനത്തിലേക്ക് കയറി സന്തോഷിക്കുക. ഇതെല്ലാം തിരികെ വരുവാനായിട്ട് സാധ്യതകൾ ഏറെ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുക. ഞാൻ ഇവിടെ ഇന്നുകൊണ്ട് ചോദിക്കുക, ഇവിടുത്തെ അച്ഛനും കമ്മിറ്റിക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഈ ഇടവകയിൽ നിന്നും പെന്തിക്കോസിലൊക്കെ അല്ലെങ്കിൽ സെക്ടേറിയൻ സമൂഹത്തിലേക്ക് ഒരു വീട്ടുകാർ പോയി. ഇവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിച്ചു. എനിക്ക് ഇവിടത്തെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, എങ്കിലും ഞാൻ പറയുക. പോയി കഴിഞ്ഞ് അവർക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്, ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു വരണം. കമ്മിറ്റിക്കാർ ഇരിക്കുന്ന മുറികളിൽ ഇരുന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ അവരെ, കാരണം അവര് പെന്തിക്കോസിൽ പോയിട്ട് ഈ പള്ളിക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിക്കെതിരെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അവരെ എടുക്കണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ കമ്മിറ്റിക്കാരെന്ന നിലയിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഓഫീസുകളിലോ ഇരിക്കുന്ന റൂമുകളിലോ പള്ളിക്കകത്തോ വെച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചേ, അവരെ നിങ്ങൾ ഈ പള്ളിക്കകത്ത് കയറ്റും? അവരെ തിരിച്ച് നിങ്ങളുടെ രജിസ്റ്ററിൽ പേര് ചേർക്കും? അച്ഛൻ ചേർക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അച്ഛനെ കൊണ്ട് നടത്തിക്കും? ഒരു പരിധി, ഈ പള്ളിയിലെ കാര്യം എനിക്കറിയത്തില്ല, ഞാനിരുന്ന പള്ളികളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് നടക്കുവാൻ സാധ്യത കുറവാണ്. അവരെ അച്ഛാ പള്ളിയെ അധിക്ഷേപിച്ചവരാ, ഇനി അവരെ നമുക്ക് പള്ളിയിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. നോക്കിയേ, അപ്പനെ അധിക്ഷേപിച്ചു പോയൊരു മകനാ. സഹോദര്യത്തോടെ സ്നേഹത്തോടെ ആടിനെ കൂട്ടിക്കൊണ്ടുപോയ ഇടയനെ നിഷേധിച്ചു പോയ ആടാ. എന്ത് ത്യാഗം സഹിച്ചാണ് ആലയിലേക്കും ആ ഭവനത്തിലേക്കും ഈ ഇടയനും അപ്പനും ആളുകളെ ചേർക്കുന്നത്. നിങ്ങൾ ഒരാളെ ഇതിനകത്ത് കയറ്റണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേദപുസ്തകത്തിനെതിരായെന്ന്. ഈ തിരികെ വരുന്നവൻ എത്ര പ്രതിസന്ധി ഉണ്ടാക്കിയവനാണെങ്കിലും അവൻ അനുദപിച്ച് വന്നാൽ സ്വർഗം സന്തോഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് ഈ മുടിയനായ പുത്രന്റെ ഉപമ. അതുകൊണ്ട് അതിന്റെ മൂന്നാമത്തെ ഉപമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വേദഭാഗത്തെ യഥാർത്ഥത്തിൽ പല രീതിയിൽ ആദ്യകാലം മുതൽ, ഏൻഷ്യന്റ് കാലം മുതൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പുതിയ കാലത്ത് ഒരുപാട് കീറി മുറിച്ച് പഠനം നടത്തിയ ഒരു വേദഭാഗമാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഇതിനെ ചില മനുഷ്യർ, പ്രത്യേകിച്ച് സുറിയാനി സഭ, നമ്മുടെ പ്രൊവിയൻ സദറുകളും അച്ഛന്മാർക്കുള്ള ധ്യാനത്തിലും അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥനയിലൊക്കെ ഈ വേദഭാഗത്തെ കുറിച്ച് പറയുന്നത് മുടിയനായ പുത്രന്റെ ഉപമ എന്നുള്ളതാണ്. കാരണം നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ട്. മുടിപ്പിച്ച് കളഞ്ഞ ഒരു മകനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പുതിയ പഠിതാക്കൾ, പുതിയ വേദശാസ്ത്ര പഠിതാക്കൾ പറയും, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം കാലം ടെൻസ് ചേഞ്ച് ചെയ്താണ് ഇതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. അതിന് അവർ പറയുന്ന ഒരു കാര്യം ഇത്രയും ഉള്ളൂ. കാരണം മുടിയൻ ആയിരുന്നു അവൻ, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ആ പുത്രൻ എവിടെയാ? അപ്പന്റെ അടുക്കല. അവൻ മുടിയനായിരുന്നു, പക്ഷെ അനുദപിച്ച് ആരുടെ അടുക്കൽ വന്നു? അപ്പന്റെ അടുക്കൽ വന്നു. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, എന്നോട് തന്നെയാ, ഇപ്പോഴും നിങ്ങൾ അപ്പനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ അപ്പനെ ആയിക്കോട്ടെ, സ്വർഗത്തിലെ അപ്പനെ ആയിക്കോട്ടെ, സന്തോഷിപ്പിക്കുന്നുണ്ടോ? അപ്പന്റെ ഹിതങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാരാ മുടിയരായിട്ടിരിക്കുന്നത്? അതിൽ ഇപ്പോൾ മുഴുവനായിട്ട് മുടിഞ്ഞിരിക്കുന്ന നമ്മള് അപ്പന്റെ അടുക്കൽ തിരിച്ചു വന്ന മകനെ എങ്ങനെയാ മുടിയനെന്ന് വിളിക്കുന്നത്?
അതുകൊണ്ട് അവർ പറയും മുടിയനായിരുന്ന പുത്രനെന്നോ ധൂർത്തനായിരുന്ന പുത്രനോ എന്നോ വ്യാഖ്യാനിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ നമ്മുടെ റോം പോലെയുള്ള ബിബ്ലിക്കൽ സർവകലാശാലകളിൽ നിന്നും പഠിച്ചു വന്നിരിക്കുന്ന പഠിതാക്കൾ അവർ പറയും, നിങ്ങൾ അതിനെ ഒരു ചെറിയ പോർഷനായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുടിയനെന്നോ മുടിയനായിരുന്നോ എന്നോ ഒക്കെ പറയുന്നത്. എന്നാൽ അതിനെ 15-ാം അധ്യായത്തെ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിക്കും. ഒന്നാമത്തെ ഉപമയിൽ ആർക്കാണ് വിഷമം? ഒന്നാമത്തെ ആടിന്റെ ഉപമയാണ്. ആർക്കാണ് വിഷമം? ഇടയന്. ആടിന് ഇടയനെ കാണാൻ ദൂരെ പോയി കഴിഞ്ഞ് കണ്ടില്ലല്ലോ എന്നുള്ള എന്തെങ്കിലും കരച്ചിലുണ്ടെങ്കിലും ആത്യന്തികമായ വിഷമം ആർക്ക് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ ഉപമ ദ്രഹ്മ, ഒരു വസ്തുവ. ഇവിടെ ആർക്കാണ് വിഷമം? മൂന്നാമത്തെ ഉപമ ആ മകന്റെ ഉപമയാണ്. ഇവിടെ വിഷമം ആർക്കാ? അങ്ങനെയെങ്കിൽ ഇത് മുടിയനായ പുത്രന്റെ ഉപമയാണോ? ആണോ? അല്ല, അല്ല, അല്ല. യഥാർത്ഥത്തിൽ സ്നേഹവാനായ ഒരു പിതാവിന്റെ ഉപമയാണ്. നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചും പറഞ്ഞും പഠിപ്പിച്ചും ഇതങ്ങനെയൊക്കെ ആയി മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പിതാവിന്റെ കാരുണ്യത്തെ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഈ വേദഭാഗം. ഇവിടെ പിതാവിനെ കുറിച്ച് മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഈ പിതാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത കരുതലിന്റെ വഴികണ്ണുകൾ ഉള്ളവനായിരുന്നു ഈ പിതാവ്. എന്താണ്? കരുതലിന്റെ വഴികണ്ണുകളുള്ളവനായിരുന്നു ഈ പിതാവ്. യഹൂദ സംസ്കാരത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് ഈ പിതാവ്. യഹൂദ സംസ്കാരം നിങ്ങൾ ശരിയായിട്ട് പഠിക്കുമ്പോൾ വീട്ടിലെ മുതിർന്ന ആൾക്കാർ എന്തു പറയുന്നുവോ അത് താഴെയുള്ളവർ അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിന് വിപരീതമായി വേദപുസ്തകത്തിൽ രണ്ട് കാര്യങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. ഒന്ന്, അന്ന് നിങ്ങൾ പറയാം അന്ന് യഹൂദ സമൂഹമായിട്ട് ഇല്ല എന്ന് പറഞ്ഞാലും ഒരു സെമിറ്റിക് കൾച്ചർ ഉള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സഹോദരപുത്രനുമായി യാത്ര ചെയ്യുകയാണ്. അവർക്ക് ആടുമാടുകളും സമ്പത്തുകളും ഒക്കെയും ഏറെയുണ്ട്. സഹോദരപുത്രന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ അല്പാൽപ്പം വഴക്കുകളൊക്കെ ഉണ്ടായിത്തീരുക. അവിടെ അബ്രഹാം പറയുകയാണ്, മകനെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ. യഥാർത്ഥത്തിൽ ഒരു ദിശ അബ്രഹാം കണ്ടെത്തിയിട്ട് അതിലെ യാത്ര ചെയ്താൽ മാത്രം മതി. നീ മറ്റേടത്തോട്ട് പോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ അവിടെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഇളയതിലേക്ക് അബ്രഹാം കൊടുക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. രണ്ടാമത് ദാവീദിന്റെ ജീവിതത്തിലാണ്. ദാവീദിന്റെ മകനെ പേടിച്ച് ഓട്ടമോടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. തന്റെ വെപ്പാട്ടിമാരെയൊക്കെയും ഉപേക്ഷിച്ച് തന്റെ സമ്പത്തുകളൊക്കെ ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് ഓടുന്നുണ്ട്. ഈ രണ്ട് കാര്യത്തിലല്ലാതെ വേദോസിൽ അത്ര പ്രബലമായിട്ട് ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല. മൂത്തവർ എന്ത് പറയുന്നുവോ അതനുസരിക്കുക മാത്രം ചെയ്യുക. ഇവിടെയും അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു മകൻ അപ്പനെ തന്റെ ദേശക്കാർക്കിടയിൽ അപമാനിതനാക്കിയിട്ട് പോവുകയാണ്. സാധാരണ രീതിയിലുള്ള ഒരു ജീവിതചര്യയല്ല അവിടെ നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഓർത്തുകൊള്ളുക, ഈ അപ്പൻ തെരുവോണുകളിലോ ഗോപുരത്തിന്റെ ദ്വാരത്തിങ്കിലോ തന്റെ സുഹൃത്തുക്കളുമായി ചെന്ന് സംസാരിക്കുന്ന പതിവുകളുണ്ട് യഹൂദന്മാർക്ക്. ഈ അപ്പൻ തന്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുവാൻ ചെന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഇടയാകുമ്പോൾ അതിൽ ഒരാളിരുന്ന് അപ്പന്റെ ദേഹത്തേക്ക് കുത്തും. ഹലോ ചേട്ടാ, നീ മിണ്ടണ്ട, ഇരുന്നു. കാരണം നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവനാക്കിക്കൊണ്ടാണ് നിന്റെ മകൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് നിനക്ക് വലിയ വിലയൊന്നും ഞങ്ങൾ തരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, അങ്ങനെ ഉണ്ടാകരുത്. നമ്മുടെ കുടുംബത്തിൽ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ പെൺമക്കൾ പഠിക്കാനൊക്കെ പോയിട്ട് നേഴ്സിങ്ങിനോ മറ്റു കോഴ്സിനോ ഒക്കെ പോയിട്ട് അന്യജാതിയോ അന്യ സമൂഹമോ അല്ലെങ്കിൽ സ്വസമൂഹമോ ഒക്കെ ആയിട്ടുള്ള ആരെയെങ്കിലും സ്നേഹിക്കുക. അവരോട് നമുക്ക് ഒട്ടും മതിപ്പില്ല. പക്ഷേ നമ്മളോട് പറയാതെ അവർ ഒളിച്ചോടി പോവുകയാണ്. നമ്മൾ പള്ളിയിലെ എല്ലാത്തിൻ്റെയും കൈക്കാരന്മാരായിരിക്കും. മർത്തമറിയത്തിൻ്റെയോ അല്ലെങ്കിൽ ശുശ്രൂഷയുടെയോ എല്ലാത്തിൻ്റെയും ആളായിരിക്കും. പിന്നെ തൊട്ട് നമ്മൾ പള്ളി പോ അനുഭവിച്ചവരോട് അനുഭവിച്ചിരി കൂടുതലുള്ള അവർക്കറിയാം. 1, 2, 3 വർഷത്തേക്ക് ഒരു പള്ളി പോലും പോകത്തില്ല. അവരൊക്കെ ഏറ്റവും വലുതെന്ന് കരുതുന്ന പള്ളിയിൽ പോലും അവർ പോകത്തില്ല. ഇതേ കാരണം കൊണ്ട്
വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അപ്പൻ. തന്റെ മുഴുവൻ വിലയും ഇടിച്ചൊളച്ച് കളഞ്ഞിട്ട് പോയ ഒരു ഇളയ മകനാണ്. തന്റെ വില മുഴുവൻ തന്നെ മരിച്ചവരെ പോലെ ആക്കിയിട്ടാണ് ഈ ഇളയ മകൻ പോകുന്നത്. പ്രത്യേകിച്ച് യഹൂദ സംസ്കാരത്തിൽ വസ്തുവകൾ ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടില്ല. അപ്പൻ ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് ഭാഗിച്ചു കൊടുക്കുകയാണ് പതിവ്. എന്നാൽ ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പൻ ഒരു തടസ്സവും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ അപ്പന്മാരുടെ കൂട്ട് ഇനിയും അവൻ കല്യാണം കഴിച്ച് മരുമോൾ ഒരു താപ്പാനയാ. ഇനി നീ ഞങ്ങൾക്ക് വെള്ളം തരാതായി പോകുമോ? അവൾക്ക് ഞാൻ വസ്തുവക തന്നാൽ മകനെയും കറക്കിക്കൊണ്ട് അവളങ്ങ് പോകുമോ? ഈ ഒരു ചോദ്യവും സംശയവും ഒന്നും ഈ അപ്പനില്ല. മകൻ ചോദിച്ചു, സ്നേഹത്തോടെ തന്റെ പിതൃപാരമ്പര്യം മുറിച്ചു കൊടുക്കുക. ഒരു ചോദ്യവും. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ വസ്തുവ മുഴുവൻ സ്വരൂപിച്ച് അത് സമ്പാദ്യമാക്കിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വസ്തുവ കൊണ്ട് അവൻ അവിടെ താമസിക്കുകയാണെങ്കിൽ അപ്പൻ അല്പവും കൂടി മാനമുണ്ടായിരുന്നു. പക്ഷേ വസ്തുവ കൊണ്ട് അപ്പന്റെയും സഹോദരന്റെയും ഇവിടുത്തെ നിന്ന് ദൂരത്തേക്ക് പോകുമ്പോൾ അവൻ പറയാതെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അപ്പന്റെയും സഹോദരന്റെയും സാന്നിധ്യം എനിക്ക് വെറുപ്പാണ്. അപ്പന്റെയും സഹോദരന്റെയും സാന്നിധ്യം എനിക്ക് ഒട്ടും സന്തോഷം തരുന്നു. അപ്പന്റെയും സഹോദരന്റെയും സാന്നിധ്യം എനിക്ക് ഒട്ടും ഇഷ്ടങ്ങളെ നടത്തിയെടുക്കുവാൻ പറ്റും. അതായത് ഈ അപ്പനും സഹോദരനും ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് ഉചിതം എന്നാണ് പറയാതെ ഈ മകൻ പറയുന്നത്. ദൂരേക്ക് പോവുകയാണ്. അപ്പൻ ഒന്നുമല്ലാതാക്കി കളഞ്ഞിട്ടാണ് ഈ മകൻ പോകുന്നത്. അവിടെയാണ് ഈ അപ്പന്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നത്. ഈ മകൻ ദൂരദേശത്തേക്ക് സഞ്ചരിച്ച് തന്റെ വസ്തുക്കളെല്ലാം നാനാവിധമാക്കി കളയുക. ഈ കൂനിന്മേൽ കുരു പോലെ പിന്നീട് ഒരു ക്ഷാമകാലം വരികയാണ്. തൻ്റെ കൂടെ സന്തോഷിക്കുവാൻ ഏറെ മനുഷ്യരുണ്ടായിരുന്നു. തന്റെ കഷ്ടകാലത്ത് ഒരു മനുഷ്യനും തന്റെ കൂടെ ഇല്ല. ആ സിനിമാ പാട്ട് പോലെ കരയുമ്പോൾ കൂടെ കരയാൻ എന്റെ നിഴൽ മാത്രമേ ഉള്ളൂ എന്ന് ആ മകൻ തിരിച്ചറിയുക. അവൻ അവിടെ നിന്ന് ജോലികൾ അന്വേഷിക്കുക. ഒരു യഹൂദന് നിഷിദ്ധമായ പന്നികളെ മേയ്ക്കുന്ന പണിയിലേക്ക് അവൻ ഒരു വിജാതിയുടെ അടുക്കൽ പോയി ചോദിക്കുക. അവൻ അവിടെ ചെന്നു കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, പന്നിക്കുള്ള വില തനിക്കില്ല. അവൻ പറയുന്നുണ്ട്, പന്നികൾ തിന്നുന്ന വാളവരകൾ കൊണ്ട് അല്ലെങ്കിൽ അമരത്തവിട് കൊണ്ട് പോലും ഉപജീവിക്കുവാൻ തനിക്ക് ഒരു വകയില്ല, അത്രയും പോലും വില തനിക്കില്ല എന്ന് ഓർക്കുമ്പോൾ അവിടെ വേദോത്സവം പറയുകയാണ്, അവന് സുബോധം തിരിച്ചു കിട്ടി. എന്ത് കിട്ടി? അപ്പന്റെ ഭവനത്തിൽ നിന്നപ്പോൾ, അപ്പന്റെ കൂടെ ജീവിച്ചപ്പോൾ അവൻ എന്തില്ലായിരുന്നു? സുബോധമില്ലായിരുന്നു. എന്നാൽ ആഹാരം കിട്ടാതെ നോമ്പിന്റെ അവസ്ഥയിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ എന്ത് കിട്ടി? നിങ്ങളോട് ആരെങ്കിലും സെക്ടറി വിഭാഗക്കാർ ചോദിക്കും, നോമ്പിന്റെ ആവശ്യമുണ്ടോ? നോമ്പ് എന്തിനാ എടുക്കുന്നത്? അവർ എന്നിട്ട് ഇങ്ങനെ ഒരു കുടുക്ക് ചോദ്യം ചോദിക്കും, ദൈവം തന്നതിനെ കൈക്കൊള്ളുകയാണോ വേണ്ടത്, ദൈവം തന്നതിനെ നിഷേധിക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് മറുപടി പറയും? ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച ഒരു കാര്യം തന്നതിനെ സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടത്, ദൈവം നിങ്ങൾക്ക് തന്നതിനെ നിഷേധിക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് മറുപടി പറയും? സ്വീകരിക്കുക വേണ്ടത്. എന്നാൽ ഞാൻ പറയും, ദൈവം തന്ന എല്ലാത്തിനെയും സ്വീകരിക്കരുത്. എന്നിട്ട് അടുത്ത ചോദ്യം അവർ ചോദിക്കും, ദൈവം നിങ്ങൾക്ക് ആഹാരത്തിന് നിങ്ങളുടെ സ്റ്റോറിൽ ഒരു മാത്രം അരി ഇരിപ്പുണ്ട്, പച്ചക്കറി ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ മീനും മുട്ടയും ഇറച്ചി ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ കഴിക്കാത്തപ്പം ദൈവം തന്നതിനെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത്, ദൈവം തന്നതിനെ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. പറഞ്ഞോന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ദൈവം തരുന്ന എല്ലാം സ്വീകരിക്കണമെന്ന് ആവശ്യമില്ല. ദൈവഹിതം നടന്നാൽ മാത്രം മതി. ദൈവഹിതം നടക്കണമെന്നേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. പക്ഷെ ചില കാര്യങ്ങളെ ദൈവം തരും. ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ചുമ്മാ ആലോചിക്കുക, ഏതൻ തോട്ടത്തില് മരം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ?
ഏദൻ തോട്ടത്തിൽ ആ മരം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആ മരം ദൈവം തന്നതാണോ? അല്ലയോ? ആണ്. പക്ഷേ അതിനെ ഫലം പറിക്കരുതെന്ന് മാത്രം എന്ത് ചെയ്യണം? ദൈവം തരും. തരുന്നതെല്ലാം നീ ഉപയോഗിക്കണം. ദൈവത്തിന് ആഗ്രഹമില്ല. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളും അല്പം പ്രശ്നമാകും. പക്ഷേ വേദപുസ്തകം നോമ്പിനെ കുറിച്ച് ഏറ്റവും ക്ലാരിറ്റിയോടെ വേദപുസ്തകം യെശയ്യാവിന്റെ പുസ്തകത്തിലാണ് നോമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതെങ്കിലും ഏറ്റവും ക്ലാരിറ്റി തരുന്ന വേദഭാഗം ഈ വേദഭാഗമാണ്. അവൻ പന്നിക്ക് തിന്നുന്ന വാളവരകൾ കൊണ്ട് പോലും തിന്നുവാൻ കഴിയാതായപ്പോൾ അവൻ എന്ത് ചെയ്തു? സുബോധം തിരിച്ചു കിട്ടി. എന്തിനാ നോമ്പെടുക്കുന്നതെന്ന് ഈ കൂട്ടത്തിൽ അമ്മമാരോടോ അപ്പന്മാരോടോ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പം പറയും, എന്റെ മോക്ക് നേഴ്സിംഗിന് അഡ്മിഷന് കൊടുത്തിട്ടുണ്ട്, നീറ്റിന്റെ എക്സാം എഴുതിയിട്ടുണ്ട്, അവള് ജയിക്കണം. എന്റെ മോൾ MBBS പഠിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി എൻട്രൻസ് എഴുതുക, അവക്ക് കിട്ടണം. ഇതിനു വേണ്ടി അല്ല നോമ്പെടുക്കുന്നത്, സുബോധം തിരിച്ചു കിട്ടുവാൻ വേണ്ടിയാ. എന്താ സുബോധം? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനാണ്, ഞാൻ എവിടാണ് എന്ന് തിരിച്ചറിയുന്ന ബോധം. അതാണ് നിങ്ങൾ ആലോചിച്ചുകൊള്ളുക. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ ദാസിയായ ഹാഗാർ ഇസ്മയിലിനെ കൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ ദൂതൻ വഴിമധ്യേ നിന്ന് ഹാഗാറിനോട് ചോദിക്കുക, സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ദൂതൻ ചോദിക്കുന്ന ചോദ്യം 2 ചോദ്യമാണ്. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരമുണ്ട്. ഒരു ഉത്തരം കണ്ടെത്തിയാൽ മതി. അവൾ എവിടെ നിന്ന് വരുന്നു? എവിടുന്ന് വരുന്നു? സാറയുടെ അടുക്കൽ നിന്നാ വരുന്നത്, സംശയമില്ല. നീ എവിടേക്കാ പോകുന്നത്? അതിനവൾക്ക് ക്ലാരിറ്റി ഇല്ല. ദൂതൻ മരുഭൂമിയിൽ വെച്ച് ഹാഗാറിനോട് ഇപ്രകാരം ചോദിച്ചെങ്കിൽ ദൈവം ഈ ലോകയാത്രയുടെ എപ്പോഴെങ്കിലും അവസരത്തിൽ നമ്മളോട് ചോദിക്കും, നീ എവിടെ നിന്നാ വരുന്നത്, എവിടേക്കാ പോകുന്നത്? എന്താ ഉത്തരം പറയുന്നത്? നമുക്ക് കോമൺ ആയിട്ട് പറയാം, ഇന്നാടെ ഭാര്യയാ, ഇന്നാടെ മകളാ, ഇന്നടത്ത് വരുന്നു, ഇന്നടത്ത് പോകുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. താൽക്കാലികമായ ഈ മഴയത്ത് കയറി നിൽക്കുവാനുള്ള സത്രം മാത്രമാണ് ഈ ലോകമെന്ന് ഒമർ ഖയ്യാം റുബയ്യത്തിൽ പറയുന്നുണ്ട്. കടലിലെ ഒരു പരൽമീൻ പോലെയെന്നാ പറയുന്നത്. വലിയ തിമിംഗലങ്ങൾ കിടക്കുന്നിടത്ത് പരമീലിന് എന്താ പ്രസക്തി? അല്പം മഴയത്ത് കയറി നിൽക്കുന്ന നമ്മള് മഴ തോരുമ്പോൾ ഇങ്ങനെ പലരും പല വഴിയിലേക്ക് പിന്നെ കാണത്തേയില്ല. തിരിച്ച് എവിടുന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകണം. അങ്ങനെയെങ്കിൽ എവിടുന്നാ വന്നത്? സ്വർഗത്തിൽ നിന്ന് വന്നവരാ. The likeness and images of God ദൈവത്തിന്റെ. അവൻ മൂക്കിലേക്ക് ഊതിയ ആത്മാവ് സ്വർഗത്തിലെ ആത്മാവ്. ശേഷിക്കുന്ന ഈ ജഡമായ ശരീരം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. തിരികെ അവിടേക്ക് പോകേണ്ടത്. ദൈവമായ കർത്താവേ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ, തിരിച്ചവിടേക്ക് പോകുന്നവനാ. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ, അതിനു വേണ്ടുന്ന ഈ വഴി നീ നടന്നു തീർത്തിട്ടുണ്ടോ? അതിനു വേണ്ടുന്ന വഴി നീ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിടേക്ക് നിനക്ക് വരുവാൻ കഴിയും. ഈ അപ്പന് ഇനി ഒരു സാധ്യതയുമില്ല. അപ്പനെ താറുമാറാക്കി കളഞ്ഞിരിക്കുക. പക്ഷേ അവൻ നോമ്പിലേക്ക് വന്നപ്പോൾ അവന് കിട്ടിയത് സുബോധമാണ്. മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയോ പരീക്ഷയ്ക്ക് വേണ്ടിയോ അല്ല, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റത് വേണ്ട എന്നുള്ളതല്ല. അതുകൊണ്ടാണ് കർത്താവ് സ്ത്രീകളോട് സംസാരിച്ച അവസാന വാക്ക് എന്താണെന്ന് അറിയാമോ? കർത്താവ് സ്ത്രീകളോട്, അതായത് തന്റെ പരസ്യ ജീവിത കാലത്ത് അവസാനത്ത് കർത്താവ് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയത്ത് സ്ത്രീയെ, നീ എന്റെ ശിഷ്യന്മാരോട് ചെല്ല് പറ, ഞാൻ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നെ സ്പർശിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിന്റെ ഈ പരസ്യ ജീവിതകാലം തീരുമ്പോൾ കർത്താവ് അവസാനം പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? എന്തോ അല്ലല്ല, അത് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് സമാധാനം. അതായത് കർത്താവിന്റെ ഈ പരസ്യലോക ജീവിതകാലത്ത് അവസാനം പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ. തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, പിന്നെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയാ. നിങ്ങളുടെ മക്കൾ എപ്പോഴാ വരുന്നത്? നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ മക്കൾ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയും. പല കുടുംബത്തിലെ അമ്മമാർ നിങ്ങളെ ചൊല്ലിക്കരയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾമാരെ ചൊല്ലിക്കരയുന്നുണ്ട്. കത്തോലിക് സഭയിലെ വളരെ തെറ്റായ ജീവിത രീതിയിലൊക്കെ നടന്നിട്ട് വിശുദ്ധനായി തീർന്ന അഗസ്റ്റിനോസിന്റെ ഒരു വചനം,
നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രതി കരഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ പ്രതി നിങ്ങൾ കരയേണ്ടി വരും. പല അപ്പന്മാരും അമ്മമാരും ഇന്ന് കോടതിയുടെ വരാന്തകളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പല അപ്പന്മാരും അമ്മമാരും ജയിലിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മാനം കേട്ട നിങ്ങൾ ചെറുപ്പത്തിൽ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശുഭമായ കാലങ്ങളെ കാണുവാൻ, ദൈവത്തിന്റെ ഹിതങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം കണ്ണുനീരിന്റെ വഴി മാത്രമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. ദൈവത്തിനോട് കണ്ണുനീർ പൊഴിക്കുന്നതല്ല, ജനങ്ങളുടെ മുന്നിൽ കണ്ണീർ പൊഴിക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ നോക്കുക, ഈ അപ്പൻ കണ്ണീർ പൊഴിച്ചിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ നോമ്പിൽ ഈ അപ്പന്, ഈ മകന് സുബോധം തിരിച്ചു കിട്ടുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ അവന്റെ അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാൽ ഒരുവനെ പോലെ ആക്കി തീർക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുക. നിങ്ങൾ നോക്കുക, 20-21 വാക്യം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വായിക്കുക. 21 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. അവൻ അവിടെ ഇരുന്നില്ല, അപ്പന്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് തീരുമാനിക്കുക. അപ്പന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ ദൂരമേ അപ്പൻ അവനെ കാണുകയാണ്. അവൻ അപ്പനോട് പറയുക, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ അവനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് അവനെ ഭവനത്തിലേക്ക് ആക്കി തീർക്കുകയാണ്. നോക്കുക, അവൻ പറയുവാനായി ഒരുങ്ങി വന്നതേ ഉള്ളൂ. അപ്പൻ വീടിന്റെ അകത്തു നിന്നും വെളിയിലേക്കോടി മകന്റെ കഴുത്തത്തിന് കെട്ടിപ്പിടിക്കുകയാണ്. ഇന്ന് അപ്പനെയും മക്കളെയും ഒക്കെ വെല്ലുവിളിപ്പിച്ചിട്ട് പോകുന്ന മകനോ അപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു വന്നാട്ടെ. ഈ കഴുത്തിന് കെട്ടിപ്പിടിക്കുന്ന പിടുത്തം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാ? ജീവൻ കളയാൻ വേണ്ടിയാ. ജീവൻ നശിപ്പിച്ചു കളയാൻ വേണ്ടി പല അപ്പന്മാരും പല മക്കളും ഈ കൂട്ടത്തിലുണ്ട്. തന്നെ ഉപദ്രവിച്ചവനെ, തനിക്ക് വിലയില്ലാതെ വിട്ടവനെ തിരികെ വന്നാൽ അവനെ നാമാവിശേഷമാക്കി. ജീവൻ കളഞ്ഞില്ലെങ്കിലും അവന്റെ സ്വത്തം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് കളിയാക്കി നശിപ്പിക്കുവാൻ കരുതി നിൽക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഈ അപ്പൻ അതൊന്നും വിചാരിക്കുന്നില്ല. വഴികണ്ണുകളോടെ ആ മകൻ വരുന്നത് കണ്ടു. പോയ പോലെ സുഖലോലുപനായി പോയ മനുഷ്യനല്ല അവൻ. നോക്കുക, അവൻ മാർദ്ദവസ്ത്രം ധരിച്ചു പോയവനാ. മർദീൻ തൈലം പോലെ സുഗന്ധവരുള്ള തൈലങ്ങൾ ധരിച്ചു പോയവനാ. കാലിൽ ചെരുപ്പും കയ്യിൽ മോതിരവും ഇട്ട് പോയവനാ. നല്ല മാർക്കച്ചയും അരക്കച്ചയും ഒക്കെ ഇട്ട് പോയവനാ. തിരിച്ചു വരുന്നവൻ അവൻ പന്നിക്കുഴിയിൽ നിന്നാണ്. കണ്ടാൽ രൂപഗുണമില്ലാത്തവരെ പോലെ അവൻ തിരിച്ചു വരികയാണ്. ഇവൻ ആരെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുകയില്ല. നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചു നോക്കിയേ. ആ മകൻ വരുന്ന വഴിയിൽ ഈ വഴികളൊക്കെ നടന്നു തീർത്തിട്ടും ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ അവൻ പരിചയപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ഇവനെ ആരും തിരിച്ചറിയുന്നില്ല. തന്റെ കൂടെ കളിച്ചു വളർന്ന ഒരു സുഹൃത്തുക്കളും ഇവനെ കണ്ടിട്ട് മിണ്ടുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുന്നു. അവനെ തിരിച്ചറിയാത്ത രൂപഗുണമില്ലാത്തവനായാണ് അവൻ തിരിച്ചു. പക്ഷേ എത്ര രൂപഗുണമില്ലെങ്കിലും ആർക്ക് തിരിച്ചറിയാം? ഇതെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസവുമാണെന്ന് തിരിച്ചറിയാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആര്? അപ്പൻ. സ്വർഗത്തിലെ അപ്പൻ മനസ്സിലാക്കുകയാണ്, ഇവൻ പോയവനാണ്, ഇവൻ തിരികെ വരുന്നുണ്ട്. നോക്കുക, നീ വീട്ടിലോട്ട് കയറി വാഴ എന്നാണോ ഈ അപ്പൻ പറയുന്നത്? അല്ല, നാണം കെട്ട് വീട്ടിലേക്ക് കയറി വാടാ എന്നല്ല പറയുന്നത്. അപ്പൻ ആദിത്യ മര്യാദയോടെ വീടിന് വെളിയിലേക്ക് ഓടിച്ചു. അവന്റെ ടെറിട്ടറിക്ക് വെളിയിലേക്ക് ഓടിച്ചെന്നിട്ട് അവൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവനെ ഭവനത്തിലേക്കാക്കുക. ഈ മനുഷ്യൻ എത്ര നാളുകൾ കൊണ്ട് വഴികണ്ണുകളോടെ ഈ മകൻ തിരിച്ചു വരുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യനാണ്. മലയാള സാഹിത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം വായിച്ചാൽ അറിയാം. സ്വാതന്ത്ര്യ സമരമൊക്കെയായി ബന്ധപ്പെട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലീസ് പിടിച്ചിരിക്കുക. അവൻ മുഹമ്മദ് ബഷീർ എവിടെ പോയാലും ആ ജയിലിടങ്ങളെയൊക്കെ ഇങ്ങനെ പൂന്തോട്ടങ്ങളാക്കി മാറ്റുന്ന ഒരു പതിവുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാം പൂന്തോട്ടങ്ങളൊക്കെ ആക്കി മാറ്റി അതായത് റിലീസായിട്ട് വിടുകയാണ്. അദ്ദേഹം നന്നേ രാത്രി അർദ്ധരാത്രിയിൽ തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്റെ വീടിനകത്ത് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രത്തിൽ ആഹാരം ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ മകൻ അത്ഭുതപ്പെടുകയാണ്. അമ്മ ഇങ്ങനെ നിറ കണ്ണുകളോടെ ഉറങ്ങിയ കണ്ണുകൾ ഇങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിലും ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചു കടിച്ച് നിന്ന് ഇരിക്കുകയാണ്. അമ്മയെ വിളിക്കുക, ഉമ്മ 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 എന്ന് വിളിച്ച് ഉമ്മയെ ഇങ്ങനെ വിളിക്കുക.
ഉമ്മ എണ്ണിച്ച് നിന്ന് അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഉമ്മ, ഇതാർക്കാ ഇങ്ങനെ ആഹാരമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്? മോനെ, നിനക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ വരുമെന്ന് ഞാൻ ഇന്ന് റിലീസ് ആകുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് ഒരുക്കാനുള്ള കാരണം, മോനെ, നീ പോയ ദിവസം മുതൽ ഇന്ന് വരെയും ഞാൻ നീ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ആഹാരം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ ഉറക്കവും അമ്മയുടെ അധ്വാനവുമാണ് അവിടെ മുനിഞ്ഞു കത്തുന്ന വിളക്കും മുന്നിൽ പകർന്നിരിക്കുന്ന ആഹാരവും തളർന്നുറങ്ങുന്ന അമ്മയും. നമ്മുടെ പിതാവ് ഇതുപോലെ കഷ്ടപ്പെടുകയാണ്. ഇന്നെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പന്റെ വീടിന്റെ ടെറിട്ടറിയുടെ ബോർഡറിൽ പോലും നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടേക്ക് തിരിച്ചു വന്നാൽ നിന്നെ നാണം കെടുത്തി നീ അകത്തേട്ട് കയറി വാടാ എന്നല്ല, ആതിഥ്യ മര്യാദയോടെ നിന്നെ ചുംബിച്ച ഒരു നല്ല ആതിഥേയനെ സ്വീകരിക്കുന്നത് പോലെ നിന്റെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അപ്പൻ നിന്നെ ഭവനത്തിലേക്ക് വിളിക്കും. അവൻ നിനക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കി നിന്നെ അപ്പൻ വിളിക്കും. കാരണം അപ്പന് വഴികണ്ണുകളുടെ മനോഭാവം ഉള്ള, കരുതലിന്റെ വഴികണ്ണുള്ള ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും ഇത് നമുക്കില്ലാത്തതും നിങ്ങളുമായിട്ട് പിണങ്ങിയ, ഈ കൂടുതൽ പിണക്കമില്ലാത്ത ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പിണങ്ങിയ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹത്തോടെ വരാൻ വന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും പിണക്കത്തിൽ തന്നെയാണോ? അങ്ങനെയെങ്കിൽ അതിന് കാരണം ആരാണ്? ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് അപരനെ സ്വീകരിക്കുവാനായിട്ടുള്ള മനോഭാവം ഇല്ലാത്തിടത്തോളം കാലം പിണങ്ങിയിരിക്കുന്നവൻ എന്നും പിണങ്ങി തന്നെ ഇരിക്കത്തുള്ളൂ. ഈ ഇളയ മകൻ അറിയാം, എൻ്റെ അപ്പൻ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയാ. നമ്മുടെ ഒളിച്ചോടിപ്പോയ പെൺമക്കളൊക്കെ ഇനി അപ്പനും അമ്മയും പറയും, എൻ്റെ കുക്കിന് ജീവനുള്ള കാലത്തോളം ഇനി ഞാൻ എൻ്റെ അടിച്ചപ്പുറയ്ക്കകത്ത് കയറ്റത്തില്ല, എൻ്റെ പടിക്കുള്ളിൽ കയറ്റത്തില്ല എന്ന് പറയുമ്പോഴും ഈ മകൾക്ക്, ആ പ്രായം കുറഞ്ഞ പെൺപിള്ളേര് ഞാൻ പറയുന്ന കാര്യം വലിയ ബോധ്യത്തോടൊന്നും എടുക്കുകയും വേണ്ട. അവർക്ക് ഒരു കാലത്ത് ഉറപ്പുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്വീകരിക്കും. എപ്പോഴാ പറഞ്ഞു? ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ അപ്പനും അമ്മ എന്നെ തിരിച്ചു വിളിക്കും. കാരണം അപ്പനെ അമ്മയും ആർക്ക് തിരിച്ചറിയാം? പഴയ കഥ പോലെ അപ്പനും അമ്മയ്ക്കും എന്നെ ജനിച്ചപ്പോൾ മുതലല്ലേ തിരിച്ചറിയുന്നത്. എനിക്ക് അപ്പനെയും അമ്മയും ഞാൻ ജനിച്ചതുപോലെ തിരിച്ചറിയാവും എന്ന് പറയുന്നത് പോലെ കൊച്ചുനാൾ മുതൽ അപ്പനെയും അമ്മയും പഠിച്ചവരുടെ പേരാ മക്കൾ. ഈ മകൻ അറിയാം, എത്രയൊക്കെ പരുക്കൻ യഹൂദൻ മതത്തിൽപ്പെട്ടവനാണെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുവാൻ കരുതലിന്റെ വഴികണ്ണുള്ളവനാണ്. പലപ്പോഴും ഈ വഴികണ്ണുകളെ നഷ്ടപ്പെടുത്തിയ മനുഷ്യരാ ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. പിണങ്ങിയവനെ ഇണക്കുവാൻ തക്ക വഴികണ്ണുകൾ നീ പ്രാപിച്ചെടുത്തില്ലെങ്കിൽ ഈ വരവൊക്കെ ഞാനോ നിന്നെ അറിയുന്നില്ല എന്നുള്ളതിനായി തീരും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വന്നകത്ത് പ്രവേശിപ്പീൻ എന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ തിരിച്ച് നിങ്ങളും വഴികണ്ണുകളെ രൂപപ്പെടുത്തേണ്ടുന്ന ആവശ്യമുണ്ട്. ഈ ഇളയ മകനോട് മാത്രമല്ല ഈ പുത്രൻ, ഈ അപ്പൻ വഴികണ്ണുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കുക, അപ്പന്റെ കൂടെ മുഴുവൻ ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ മൂത്തപുത്രൻ. വരുമ്പോൾ വീട്ടിൽ വാദ്യഘോഷങ്ങളുടെ മേളങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്, നൃത്തമൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവൻ ബാല്യക്കാരനോട് ചോദിക്കുക, എന്താ ഇവിടെ നടക്കുന്നത്? ബാല്യക്കാരൻ നൈസായിട്ട് പറയുന്നുണ്ട്, ആ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ ആ നിന്റെ സഹോദരൻ തിരിച്ചു വന്നു. അപ്പൻ അവനെ കൈക്കൊണ്ടു, അവനെ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തെടുത്തിട്ടുണ്ട്, വിശേഷമായ വസ്ത്രം നൽകിയിട്ടുണ്ട്, കാലിന് ചെരുപ്പും കൈക്ക് മോതിരവും നൽകിയിട്ടുണ്ട്. പിന്നെ ഏത് സഹോദരനാ സന്തോഷം ഉണ്ടാകുക? വസ്തുക്കൾ മുഴുവൻ കൊണ്ടുപോയ ഈ ഇളയ മകനെ നീ സ്വീകരിച്ചാൽ ബാധ്യത ആർക്കാണെന്ന് അറിയാമോ? ബാധ്യത ആർക്കാ? ചേട്ടനാ. യാതൊരു സംശയമില്ല. 11-12 വാക്യം അങ്ങനെയല്ലേ പറഞ്ഞത്? ഇളയ മകൻ അപ്പനോട് വസ്തുവക ചോദിച്ചു. അപ്പൻ അപ്പൻ ആർക്ക് കൊടുത്തു? അല്ല, ഞാനും വേദപുസ്തകം പഠിക്കുന്നതിന് മുമ്പ് എനിക്കും ഈ മൂത്ത മകനോടായിരുന്നു ഇഷ്ടം. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞപ്പോഴാ ഈ ഇളയ മകനോട് സ്നേഹം തോന്നാൻ തുടങ്ങിയത്. നോക്കിയേ, 11-12 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ആർക്ക് കൊടുത്തു? യഹൂദ സംസ്കാരത്തിൽ ഒരുപാട് മക്കൾ ഉണ്ടാകേണ്ടതാണ്.
പക്ഷേ ഈ അപ്പന് 2 മക്കളേ ഉള്ളൂ. ചിലപ്പം രണ്ടാമത്തെ പ്രസവത്തിൽ തള്ള മരിച്ചു പോയതായിരിക്കാം, അറിയത്തില്ല. കാരണം ഈ വേദഭാഗത്തും അമ്മയുടെ സാന്നിധ്യം കാണുന്നുമില്ല. ഈ അപ്പന് വേറെ ഭാര്യമാരുള്ളതായി യഹൂദ സംസ്കാരത്തിലെ പോലെ കാണുന്നുമില്ല. നല്ല ഒരു പിതാവ്, മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു പിതാവ്. എന്നാൽ യഹൂദ സംസ്കാരത്തിലെ രീതി അനുസരിച്ച് മക്കൾക്ക് വസ്തുവക ഇങ്ങനെ ഭാഗിച്ചു കൊടുക്കുമ്പോൾ കടിഞ്ഞൂൽ പുത്രത്തിന് 4-ൽ 3 ഭാഗം കൊടുക്കണം. 1 ഭാഗം മാത്രമേ ആർക്ക് കൊടുക്കാവൂ? എക്സാമ്പിൾ പറഞ്ഞാൽ 90 സെന്റ് വസ്തു ഉണ്ട് എന്ന് വിചാരിക്കുക. ഇളയ മകൻ ചോദിച്ചപ്പോൾ അവൻ എത്രയേ കിട്ടത്തുള്ളൂ? പോട്ടെ, അല്ലെങ്കിൽ തിരിച്ചു പറയാം. 120 സെന്റ് വസ്തു ഉണ്ട്, 120 സെന്റ് വസ്തു ഉണ്ട്. എത്ര കിട്ടും? മനസ്സിലായി? 40 സെന്റ് ആർക്ക് കിട്ടും? 80 സെന്റ് ആർക്ക് കിട്ടും? ഇനി 3-ൽ 2 ആണെങ്കിൽ തിരിച്ചു നോക്കിയേ, 60 സെന്റ് മൂത്തവന് കിട്ടും, 30 സെന്റ് ആർക്ക് കിട്ടും? ചോദിച്ചവൻ എത്രയേ കിട്ടിയുള്ളൂ? ഇനിയുള്ളത് ആർക്കാ? ഇനിയും ഈ ഇളയ മകൻ വന്നാൽ ബാധ്യത ആർക്കാ? ഈ മകൻ വന്ന് പറയുന്ന വാക്കുകളെ ശ്രദ്ധിച്ചേ. അവൻ വീടിന്റെ പടിക്കകത്തോട്ട് കടക്കാൻ പോലും ശ്രമിക്കാതെ ദൂരമേ നിൽക്കുക. അപ്പൻ അവിടെയും ഈ യഹൂദ സംസ്കാരത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ മൂത്ത മകന്റെ അടുക്കിലേക്ക് ചെന്ന് പറയുക, മകനെ, എൻ്റെ ആ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എനിക്കുള്ളതെല്ലാം നിന്റേതാ, നീ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, എനിക്കുള്ളതെല്ലാം നിന്റേതാ, നീ അകത്ത് പ്രവേശിക്കുക. ഈ അപ്പൻ എന്ത് തെളിമയുള്ള കണ്ണുകളോടുകൂടിയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. കരുതലിന്റെ വഴികണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ പേരാണ് അപ്പൻ. ഈ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ തന്നെയാ, അല്ലേ? അപ്പൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുക. അവൻ തന്റെ പങ്കപ്പാടുകളുണ്ട്, ക്രൂശ് മരണം കൊണ്ട് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയിട്ട് ഇനി നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞ് ആത്മാവിനെ നൽകി. അതുകൊണ്ടും പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഓരോ ആഴ്ചകളിലും ഓരോ ദിവസവും ഈ ബലിപീഠത്തിന്മേൽ സ്വർഗത്തിലെ മണ്ഡപത്തിലിരിക്കുന്ന ദൈവം ഇറങ്ങി വരികയാ. ഇന്നാ നിനക്ക് വേണ്ടി എന്റെ ശരീരം രക്തമെന്ന് പറഞ്ഞു. നമ്മള് കിലുക്ക സിനിമയിലെ കിട്ടുണിച്ചേട്ടൻ്റെ കൂട്ട് ഇതൊരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാറയ്ക്കുമോർ പറയേണ്ട സമയവും സൗമ്യൻ കാലസ് പറയേണ്ട സമയവും മെനവോലം പറയേണ്ട സമയവും ഒക്കെ കണ്ണടച്ച് പറയുന്നുണ്ട്. പക്ഷെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? കർത്താവ് വിചാരിക്കുക, എന്റെ മകൻ ഇന്നെങ്കിലും വന്ന്, എന്റെ മകൾ ഇന്നെങ്കിലും വന്ന് എന്നെ സ്വീകരിച്ച് വെടുപ്പും വിശുദ്ധിയുള്ളവളായി തീരും. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കയ്യിന്മേൽ കൈയും കാലിന്മേൽ കാലും കയറ്റിയിരിക്കുന്ന അനേകരെ ഈ ദേവാലയത്തിൽ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് നടിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് ഞാൻ പറയുക, ഇതാ നല്ല സമയം, വൃഥാവാക്കാതെ ദൈവം നിന്നെ വിളിക്കുന്നു എന്ന ബോധ്യത്തോടെ തിരുശരീരങ്ങളെ സ്വീകരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പിതാവിനെ തള്ളി വെളിയിൽ നിൽക്കുന്ന മൂത്തപുത്രനായി നീതി നോക്കുക. സന്തോഷം ആ ഭവനത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ, വെളിയിൽ അതില്ല. നോക്കുക, ഈ പിതാവിന്റെ വഴികണ്ണുകൾ ആർജിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളോട് പിണങ്ങിയവരോട്, നിങ്ങൾക്ക് അല്പം ശത്രുതയുള്ളവരോട് അവർ വന്നാൽ ഞാൻ സ്വീകരിക്കുമെന്നുള്ള മനോഭാവം ആർജിച്ചെടുക്കുന്നതിന്റെ പേരാണ് കരുതലിന്റെ വഴികണ്ണുകൾ. യഥാർത്ഥത്തിൽ ഒരു കഥയുണ്ട്. ഈ പുതുപ്പള്ളി പെട്രോൾ പമ്പിൽ ഒരു മനുഷ്യൻ നിന്ന് പമ്പിൽ പെട്രോൾ അടിക്കുന്ന മനുഷ്യനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. 3/4 മണിക്കൂർ കൊണ്ട് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം മുതൽ ഒരു മനുഷ്യൻ ഒരു ബാഗുമായിട്ട് ഇങ്ങനെ വണ്ടി നോക്കി റോഡിൽ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു വണ്ടിക്കും കൈ കാണിക്കുന്നില്ല. ഈ മനുഷ്യൻ 1 മണിക്കൂറിന് ശേഷം ഈ സംസാരിച്ചിട്ട് വെളിയിലേക്ക് തന്റെ വാഹനവുമായി വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഈ വെളിയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യൻ ഈ വണ്ടിക്ക് കൈ കാണിക്കുക. എനിക്ക് ഞലിയൊഴിക്കാ പോകേണ്ടത്, ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? വണ്ടിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ തെങ്ങണയ്ക്ക, കുഴപ്പമില്ല, കയറിക്കൂ. പോകുന്ന വഴിക്ക് ഓരോ സ്ഥലം ചെല്ലുന്തോളും ഓരോ സംസാരം തുടങ്ങുക. പേരെന്നാ? പേര് പറഞ്ഞു. വീട് എവിടാ? ഇപ്പൊ എവിടെ പോയതാ? ആ ജോലിക്ക് പോയതാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വണ്ടിക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ഈ റോഡ് നിൽക്കുന്നില്ലേ, എന്തേ ഒരു വണ്ടിക്ക് നിങ്ങൾ കൈ കാണിക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ? ആ മനുഷ്യൻ നിറഞ്ഞ കണ്ണുകളോട് പറയുന്ന വാക്ക് ഇങ്ങനെയാ, ഞാൻ ഓരോ വണ്ടിക്കും കൈ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സെന്നോട് മന്ത്രിക്കുന്നുണ്ട്, നീ വണ്ടിക്ക് കൈ കാണിക്കുന്നതിന് മുമ്പ് ആ വണ്ടി ഓടിക്കുന്നവന്റെ കണ്ണിലോട്ടൊന്ന് നോക്കണം. ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ടും ഒരു മനുഷ്യന്റെ ഈ കണ്ണിലേക്ക് നോക്കിയിട്ട് കരുതലിന്റെ വഴികണ്ണുകൾ, ആർദ്രതയുടെ കണ്ണുകൾ ഞാൻ കാണുന്നില്ല. നീ ഇറങ്ങിയപ്പോഴും ഞാൻ നിന്റെ മുഖത്തോട്ട് നോക്കി.
ശാർദ്രതയുടെ ഈ വഴികണ്ണുകൾ, കരുതലിന്റെ വഴികണ്ണുകൾ നിന്നിൽ കണ്ടതുകൊണ്ടാ ഞാൻ കൈ കാണിച്ചത്. ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കരുതലിന്റെ വഴികണ്ണുകൾ നിന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വണ്ടിക്കും കൈ കാണിക്കില്ല. ഞാൻ രാത്രി പകലോളം ഞാൻ ഇവിടെ നിന്നാലും, ഇനി നടന്നു പോകേണ്ടി വന്നാലും, കരുതലിന്റെ വഴികണ്ണില്ലാത്ത ഒരു മനുഷ്യന്റെ വണ്ടിക്കും ഞാൻ എന്ത് ചെയ്യുകയില്ല, കൈ കാണിക്കുകയില്ല. പല മനുഷ്യരും, നിങ്ങളുടെ അമ്മയായിക്കോട്ടെ, അമ്മായിമ്മയായിക്കോട്ടെ, അമ്മായിപ്പനായിക്കോട്ടെ, നിങ്ങളുടെ മരുമോളായിക്കോട്ടെ, നാത്തൂനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പലപ്പോഴും നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഈ പഴയ പാട്ടിൽ പറയുന്ന പോലെ കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയം ഇരിക്കുന്നതുകൊണ്ട് നിന്റെ കണ്ണ് ഒരു ആർദ്രതയുടെ കരുതലിന്റെ വഴികൾ കാണിക്കുന്നില്ല. വരാൻ ആഗ്രഹമുണ്ട്. നിന്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ വരാത്തതിന് കാരണം നിന്റെ വണ്ടിക്ക് കൈ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നീയാകുന്ന വണ്ടിക്കാരന്റെ കണ്ണിൽ അല്പം പോലും രക്തമയമില്ല എന്നുള്ള, കരുതലില്ല എന്നുള്ള. ഇതില്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടൽ കാണിച്ചാലും അത് വ്യർത്ഥമാ. നിങ്ങൾക്ക് പറയാം, കർത്താവേ, നീ ഞങ്ങളുടെ തെരുക്കോണികൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ പഠിപ്പിച്ചിടത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു, നിന്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നിന്റെ കൂടെ ഞങ്ങൾ ആയിരുന്നിട്ടുണ്ടോ, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും കഠോരമായ വാക്ക്, ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാനിപ്പം വിചാരിക്കുക, ഞാൻ പുരോഹിതനായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുക, ലോകപ്രകാരം പല കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവസാനം ദൈവം പറയുക, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ വില ഒരു വെള്ളപ്പേപ്പർ ഇങ്ങനെ വലിച്ചു കീറുന്നത് പോലെ, അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു മുദ്രപത്രം ഇങ്ങനെ വലിച്ചു കീറുന്നത് പോലെ മൂല്യമില്ലാതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും പിണങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി അവരെ അകത്തേക്ക് പ്രവേശിക്കുവാൻ കരുതലിന്റെ വഴികണ്ണുകൾ നിങ്ങൾ അർപ്പിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാ സത്യം. രണ്ടാമത്, ഈ പിതാവിന്റെ പ്രത്യേകത അനുരഞ്ജനത്തിന്റെ ഭാഷ്യം ചമച്ചവനായിരുന്നു ഈ പിതാവ് എന്നുള്ളതാ. എന്താ അനുരഞ്ജനത്തിന്റെ ഭാഷ്യം? ആദ്യം പറഞ്ഞത് തന്നെയാ, രണ്ടുപേരോടും അനുരഞ്ജനം കാണിക്കുക, അനുരഞ്ജനം ഇങ്ങനെ എക്സ്ട്രീമിലേക്ക് പോവുക. ഈ മകൻ, നിങ്ങൾ വേദപുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കണം, 20-21 വാക്യങ്ങള് 19 മുതൽ നിങ്ങൾ വായിച്ചു. ആ മകൻ, ഇളയ മകൻ പന്നിക്കുഴിയിൽ ഇരുന്ന് ചിന്തിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാൽ ഒരുവരെ പോലെ ആക്കി തീർക്കണമെന്ന് പറയും എന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോ, 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. അവിടെ ചെല്ലുമ്പോൾ അപ്പൻ അവനെ കണ്ട് ഓടി വരികയാ. ഓടി വരുമ്പോൾ ഈ മകൻ പറയുന്നുണ്ട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പിന്നെന്തോ പറഞ്ഞു? എന്തോ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേദോസം വായിച്ചു നോക്ക്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആദ്യം അവൻ ചിന്തിക്കുമ്പോൾ അത് പറഞ്ഞെങ്കിലും 22-23 വാക്യത്തിൽ അപ്പൻ അവനെ കൊണ്ടത് പറയിക്കുന്നില്ല. ക്രിട്ടിക്കൽ അനാലിസിസ് ബൈബിൾ ഉണ്ട്, ഈ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിൾ. ആ ബൈബിൾ ഈ ഭാഗം ചേർത്തിട്ട് പോലുമില്ല. ചില പഠിതാക്കൾ പറയും അത് എഴുതാൻ വിട്ടുപോയി, മറഞ്ഞു പോയതാണെങ്കിലും പറയെങ്കിലും ക്രിട്ടിക്കൽ അനാലിസിസ് ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല എന്നാ പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൻ അത് ഇളയ മകനെ കൊണ്ട് പറയിക്കുവാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. നിനക്ക് ചിലപ്പോൾ അതായിരിക്കും ആഗ്രഹം, അപ്പന്റെ കൂടെ ഇന്ന് സൂപ്പർവൈസറായിട്ട് ജോലി നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അപ്പന്റെ ഇടം നല്ലതല്ല എന്ന് പറഞ്ഞ് അപ്പന്റെ കൂടെ ഇന്ന് ജോലിക്കാരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ് അപ്പൻ നിൽക്കുന്ന ഇടം നല്ലതല്ല എന്ന് പറഞ്ഞ് ദൂരേക്ക് പോകുക. തിരിച്ചു വരുമ്പോൾ അവൻ അതിനെ മുഴുവൻ അപ്പാടെ വിളിച്ചിട്ട് പറയാ, നിന്റെ കൂലിക്കാൽ ഒരുവരെ പോലെ സൂപ്പർവൈസറായിട്ട് പോലും വേണ്ട, മകനാക്കുക പോലും വേണ്ട, എന്ത് ചെയ്യണം? കൂലിക്കാരാക്കിയ മതി. പക്ഷെ അപ്പൻ അത് മുന്നമേലറിഞ്ഞ് ഒരു കഴുത്തേൽ ഇങ്ങനെ കട്ടിയുള്ള കൈ അവർക്ക് കൊണ്ട് പറയുക, തിരിഞ്ഞു നോക്കി തന്റെ ബാല്യക്കാരോട് പറയുക, തടുപ്പിച്ച കാളക്കുട്ടി അർത്തു, മേൽത്തരമായ അങ്കി അവന് കൊടുക്കുക, കാലിന് ചെരുപ്പും കൈക്ക് മോതിരവിട. നിങ്ങൾ നോക്കിക്കൊള്ളുക, ഈ യോഹന്നാൻ മബ്ദാന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 2-3 നല്ല വചനങ്ങളിൽ ഒന്ന്, അവന്റെ ചെരുപ്പിന്റെ വാടറിപ്പാൻ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നോക്കി, ആ ഭാഗം മാത്രം നിങ്ങൾ കൈകൊണ്ട് മറച്ചിട്ട് ആ വേദഭാവം വായിച്ചാലും മുഴുവൻ അർത്ഥവും ഉണ്ട്, ഒരർത്ഥവും കുറവില്ല. പക്ഷെ എന്തുകൊണ്ടാ അതവിടെ കൊടുത്തേക്കുന്നത്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവ് ദാസനായി വന്നവനല്ല. യഹൂദ സംസ്കാരത്തിൽ ദാസന്മാർ ഒരിക്കലും കർത്താവ് ഏതെങ്കിലും കാര്യത്തിൽ ദാസനായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദാസവേഷം എടുത്തുകൊണ്ട് മാത്രമാണ്.
പക്ഷെ അവൻ അപ്പോഴും സ്വർഗത്തിലെ പിതാവിന്റെ അധികാരമുള്ള മകൻ തന്നെയാണ്. ഇവിടെ ചെരുപ്പ് കൊണ്ടുപോയവൻ ചെരുപ്പില്ലാതെയാണ് തിരികെ വരുന്നത്. അവന് അധികാരം കൊടുക്കുകയാണ്. കാലിലെ ചെരുപ്പ്, കൈക്ക് മോതിരം, പുത്രത്വത്തിന്റെ അവകാശം, കൊടുക്കുന്ന നിലയങ്കി അല്ലെങ്കിൽ വസ്ത്രം അപ്പന്റെ പ്രിയപുത്രനാണെന്ന് കാണിക്കുന്ന അധികാരമാണ്. തടുപ്പിച്ച കാളക്കുട്ടി ദൈവത്തിന് വേണ്ടി വെച്ചേക്കുന്ന യഹൂദന്മാരുടെ സംസ്കാരത്തിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി വെക്കുന്ന മൃഗത്തിന്റെ പേരാണ് തടുപ്പിച്ച കാളക്കുട്ടി എന്നുള്ളത്. അവരുടെ ദേവാലയത്തിൽ അറക്കുവാൻ വേണ്ടി വെക്കുന്ന ഒരു കുറവുമില്ലാത്ത മൃഗമാണ് ദൈവത്തിന് വേണ്ടി വെക്കുന്നത്. പക്ഷെ അപ്പൻ എന്ത് ചെയ്തു? പറയാതെ പറയുകയാണ്, എല്ലാം നശിപ്പിച്ച നീ ഉണ്ടല്ലോ, എനിക്ക് ദൈവത്തിന് തുല്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എന്റെ ദൈവത്തിന് തുല്യമാണ് ഈ എല്ലാം നശിപ്പിച്ചു പോയ ഈ മകൻ. കാരണം ദൈവത്തിന് വെക്കുന്ന ബലിമൃഗത്തെ തന്നെ, വീടിന്റെ മഹാത്മ്യത്തിന് വെക്കുന്ന അതേ മൃഗത്തെ തന്നെ, ദൈവത്തിന് വേണ്ടി അർപ്പിച്ച അനുഗ്രഹം മേടിക്കാൻ വെച്ചിരിക്കുന്ന അതേ മൃഗത്തെ തന്നെ ഇളയ മകൻ വരുമ്പോൾ വീട്ടിൽ വെട്ടുകയാണ്. തടുപ്പിച്ച കാളക്കുട്ടി, ഫാറ്റനോക്സ്. പറ്റുമോ? ഇങ്ങനെ എൻട്രൻസിനെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പൻ പറയിക്കുന്നില്ല, കൂലിക്കാരിലെ ഒരുവനെ പോലെ ആക്കുവാൻ പറയുകയാണ്. ഇവനെ പുത്രത്വത്തിന്റെ അവകാശം കയറ്റി അകത്തേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടല്ലേ ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങളെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇപ്പോഴും ദാസ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും, നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ പറയുന്നത്, ദൈവമേ നിന്റെ കൂലിക്കാരനെ പോലെ ആക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പറയുന്നത്, നിന്റെ സ്വർഗത്തിലെ ആത്മാവിനെ തന്ന നിന്നെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകുക. നിങ്ങൾ ചുമ്മാതെ ആരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. കൗമാ നമസ്കാരം എപ്പോഴാ നമ്മുടെ ആരാധനകളിലൊക്കെ? തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും. അതിലാണല്ലോ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന നടക്കുന്നത്. എന്നാൽ വിശുദ്ധ കുർബാനയിൽ എവിടെയാ സ്വർഗസ്നായ പിതാവേ ചേർത്തിരിക്കുന്നത്? എന്നും കുർബാന കൂടുന്ന ആൾക്കാരല്ലേ? ഖണ്ഡിപ്പിന്റെ ശേഷം നമ്മുടെ പിതാക്കന്മാർക്ക് തെറ്റു പറ്റിയിട്ട് അവിടെ ചേർത്തതാണോ, അതോ എങ്ങും ചേർക്കാനില്ലാത്തതുകൊണ്ട് അവിടെ വേക്കൻ്റ് ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സമയമല്ലേ അവിടെ അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ച് പിതാക്കന്മാർ ചേർത്തതാണോ? പിന്നെന്തുകൊണ്ടാ അവിടെ സ്വർഗസ്നായ പിതാവേ എന്ന് ചൊല്ലാൻ കാരണം? ഖണ്ഡിപ്പ് എന്തിനു വേണ്ടിയാ? ദാസ്യത്തിൽ കിടന്ന മക്കളെ പുത്രത്തിലേക്ക് വലിച്ചു കയറ്റുവാൻ വേണ്ടി നൽകിയതാണ് പങ്കപ്പാടുകളുള്ള അവന്റെ ക്രൂശിലെ മരണം. ക്രൂശിലെ മരണത്തെ വായിക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ദാസ്യത്തിൽ നിന്നും നിന്നെ എന്തിലാക്കി തീർക്കാനാ? അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത് പോലെ മറ തുറക്കുക. പിന്നെ നിങ്ങളെ വിളിക്കുന്ന വാക്കെന്തോ? ആദ്യം വിളിക്കുന്ന വാക്കെന്താ? സ്വർഗത്തിലെ എന്റെ അപ്പ എന്നാ വിളിക്കുന്നത്. അർത്ഥമില്ലാതെ പിതാക്കന്മാർ ചെയ്തു തന്നതല്ല. മുറിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ദൈവത്തെ സംബോധന ചെയ്യുന്ന വാക്ക് പിതാവേ. പക്ഷെ ആ പിതാവിന്റെ അനുരഞ്ജനത്തിനൊത്ത വിധം നമുക്ക് ചലിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മൂത്ത മകന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ അപ്പൻ പറഞ്ഞ എന്താ? എനിക്കുള്ളതെല്ലാം നിന്റേതാണോ കൊച്ചേ? നീ അപ്പന് വല്ലതും ഉണ്ടോ? 2/3 ഭാഗവും മൂത്ത മകനുണ്ട്, 1/3 ഭാഗവും ആർക്കേ ഉള്ളൂ? ഇളയമകന് കൊടുത്തു. പിന്നെ 1/3 എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടോ? എന്നിട്ടും ഈ അപ്പൻ പറയുന്നത് എനിക്കുള്ളതെല്ലാം നിന്റേതാ. നോക്ക്, ഈ മൂത്തമകൻ വന്ന് പറയുക, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, ഒരു പേട്ടാട്ടുകുട്ടിയെ പോലെ നീ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ ആർക്കു വേണ്ടി അവൻ കഷ്ടപ്പെട്ടത്? ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടത്? അവന് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെട്ടത്. അവിടെ അപ്പനെ കുറ്റപ്പെടുത്തുമ്പോഴും അപ്പൻ അവന്റെ അടുക്കൽ ചെന്ന് അനുരഞ്ജനപ്പെടുകയാണ്. വെളിയിലോട്ടിറങ്ങി നിനക്ക് അനുരഞ്ജനം കാണിക്കുവാൻ പറ്റുമോ? നിന്റെ കുംഭസാരത്തിന് മുമ്പ് പിണങ്ങിയവനായിട്ട് നിനക്ക് അനുരഞ്ജനപ്പെടുവാൻ പറ്റുമോ? നിന്റെ കുംഭസാരത്തിന് മുമ്പ് നിനക്ക് സ്നേഹത്തോടെ നിന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുമോ? നിന്റെ സ്നേഹത്തിന് മുമ്പ് നിന്റെ ഭാര്യക്കെതിരെ നീ ചെയ്യുന്ന അഴിമതികേടുകൾ നിർത്തിയിട്ട് നിനക്കൊന്ന് കുംഭസാരിക്കാൻ പറ്റുമോ? പലപ്പോഴും കുംഭസാരം ഇത് കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങാനുള്ള മാർഗരേഖയായിട്ടാണ് പല മനുഷ്യരും വെച്ചിരിക്കുന്നത്. അല്ല, ഒന്ന് നീ തിരിയണമുണ്ട്. ഈ അപ്പന്റെ കൂട്ട് അനുരഞ്ജനത്തിന്റെ ഭാഷ്യം ചമച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. അവിടെയുള്ള സ്വർഗം. നോക്ക്, ഈ പുത്രൻ വെളിയില. ഈ നിങ്ങൾ ഈ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട്. ഈ മൂത്ത മകൻ ഇളയ മകൻ പോകുന്നിടത്ത് അവനെല്ലാം ദൂർത്തടിച്ചു എന്നുണ്ട്. അവിടെ സന്തോഷം പറയുന്നുണ്ടോ? ഈ മൂത്ത മകൻ വെളിയിൽ നിൽക്കുക. അപ്പോൾ സന്തോഷം എവിടാ? പിതാവിന്റെ ഭവനത്തിൽ. ഒരിടത്ത് മാത്രമേ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. എവിടെയാ? പിതാവിന്റെ ഭവനം. പിതാവിന്റെ ഭവനത്തിന് നമ്മള് വേദശാസ്ത്രപരമായി വിളിക്കുന്ന പേരാണ് ദൈവാലയം. എന്താ?
പിതാവായ ദൈവത്തിന്റെ ഭവനത്തിന് വിളിക്കുന്ന പേരാണെന്ത്? അവിടെ ഉള്ളൂ സന്തോഷം. പലപ്പോഴും അച്ഛനോടും ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും ഒക്കെ പിണങ്ങി ഈ ഇടവകയ്ക്ക് വെളിയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട്. പുള്ളി പോട്ടെ, ആ തൊപ്പിയിട്ട കാശി അങ്ങ് പോട്ടെ, ലോഹിയിട്ട മനുഷ്യനങ്ങ് പോട്ടെ, ആ അരക്കെട്ട് കെട്ടിയ പുള്ളി അങ്ങ് പോട്ടെ, എന്നിട്ട് ഞാൻ പള്ളിയിലോട്ട് വരാം. അല്ല, മറ്റവനങ്ങ് പോട്ടെ, അവൻ കൈകാര്യം ഒന്നും ചെയ്തിട്ട് പോട്ടെ, ഈ പ്രാവശ്യം എങ്ങനെ ഭരിക്കുന്നു കാണാം, എന്നിട്ട് ഞാൻ അകത്തോട്ട് കയറാം. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? നോക്കിയേ, 3 പടിയുടെ വ്യത്യാസമേ ഉള്ളൂ ഈ മൂത്ത മകനും ഭവനത്തിന്റെ അകവും തമ്മിൽ. 3 പടിക്ക് അകത്ത് എന്താ നടക്കുന്നത്? സന്തോഷം. 3 പടിക്ക് വെളിയിലോ കരച്ചിലും പല്ലുകടിയും വൈരാഗ്യവും. കരിച്ചിലും പല്ലുകടിയും ഉള്ള സ്ഥലത്തിന് വേദപുസ്തകം പറയുന്ന പേരെന്താണെന്നറിയാമോ? നരകം. ഒരു നാരോ ലൈനാണ് സ്വർഗവും നരകവും തമ്മിൽ. നോക്കുക, കടിച്ചും പല്ല് കടിച്ചും അച്ഛനെ കാണാതെയും കമ്മിറ്റിക്കാരെയും കാണാതെ ഇങ്ങനെ കയറിപ്പോയതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. കാരണം കുഞ്ഞാടിന്റെ കല്യാണത്തിന് കയറാൻ പറ്റിയില്ലെങ്കിൽ, കർത്താവിന്റെ ക്രൂശമരണവുമായി ബന്ധപ്പെട്ട തിരുശരീരവുമായി ബന്ധപ്പെട്ട കുഞ്ഞാടിന്റെ വിവാഹത്തിന് സദ്യക്ക് നിനക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ സന്തോഷം നിനക്കില്ല. നീ ഭവനത്തിന് വെളിയില്ല. അപ്പോൾ നിങ്ങൾ പറയും, പല കാര്യങ്ങളൊക്കെ പറയും, എന്ന കാര്യം കൊണ്ടല്ലേ ദൈവമേ ഞാൻ അകത്ത് കയറാൻ. ഒന്നും വില പോവുകയില്ല. അറിയത്തില്ല ദൈവത്തിന് അകത്ത് കയറുവാനായിട്ട്. കരുതലിന്റെ ആർദ്രകരണ കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ, പിണങ്ങിയവരെ ഇണക്കുവാനായി ആ അനുരഞ്ജനത്തിന്റെ ഭാഷ്യം നിങ്ങൾ ചമച്ചാൽ, 2 മക്കളോട് ചമച്ചാൽ ഈ അപ്പന് പിന്നീട് സന്തോഷം. മൂത്ത മകൻ അകത്ത് കയറിയോ ഇല്ലയോ എന്ന് സംശയം. ഞാൻ വിശ്വസിക്കുന്നത് ഈ അപ്പന്റെ വാക്കുകൊണ്ട് മൂത്ത മകൻ അകത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് വേദവിപരീതമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പന്റെ വിളി അതുപോലെയാണ്. ഏത് മനുഷ്യന്റെയും ഹൃദയം അലിയിക്കുന്ന വിളിയാണ്. മൂന്നാമത് ഈ അപ്പന്റെ പ്രത്യേകത, മരിച്ചവരെ ജീവിപ്പിക്കുന്ന മനോഭാവമുള്ളവനായിരുന്നു ഈ പിതാവ്. ഈ വേദപുസ്തകത്തിൽ 2 ഇടത്ത് അപ്പൻ പറയുന്നുണ്ട്. ഒന്ന് ദാസന്മാരോട് പറയുന്നുണ്ട്, ബാല്യക്കാരോട് പറയുന്നുണ്ട്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിക്കുന്നു, ഇവൻ കാണാതെ പോയിരിക്കുന്നു. 32-ാം വാക്യത്തിൽ മൂത്ത മകനോട് പറയുക, ഈ എൻ്റെ മകൻ, ഈ നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ഇവൻ കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. എന്താ മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ മകൻ യഥാർത്ഥത്തിൽ മരിച്ചായിരുന്നു? ഇല്ല. അങ്ങനെയാണ് ഒരു പേന എടുത്ത് ആ 2 വാക്യം വിട്ടു. വേദോസം തെറ്റാ പറഞ്ഞത്. വേദോസം തെറ്റ് പറയുമോ ഇല്ലയോ? അങ്കി പിന്നെ നിങ്ങൾ പറയും പിന്നെ മരിച്ചു എന്ന് പറഞ്ഞു, മരിച്ചില്ല എന്ന് പറയുന്നു. എന്തോ പാവോ അദ്ദേഹം ചെയ്തേ? അത് പറയും. എന്തോ പാവോ ചെയ്ത്? അച്ഛാ സമയമായി, സമയം മണി അടിക്കൂല. എങ്ങനെയാ മരിച്ചത്? പറ. പാവം എന്തോ പാവോ ചെയ്തത്? ആത്മാവിൽ എങ്ങനെയാ മരിച്ചത്? അത് പറ. ഈ ഓർത്തഡോക്സാണ് വലിയ പ്രശ്നമാണ്. എന്തെങ്കിലും കൊണ്ടാൽ ആത്മാവിന്റെ പാവത്തെ കൊണ്ട് കേട്ടു. അതെന്താ, എങ്ങനെയാ മരിച്ചത്? പറ. ദൈവത്തിൽ എങ്ങനെ അകത്ത് പോയത്? അത് പറയാം. അതാ പറയണ്ടേ? എന്തോ 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 ലോകസുഖം അദ്ദേഹം നേടിയത്? അത് പറയാം. ലോകത്തിൽ എന്തോ സുഖം അദ്ദേഹം നേടിയത്? നിങ്ങളെ ഈ വേദഭാഗം പഠിച്ച ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഒരു 9 ക്ലാസ് കൊണ്ട് തീരേണ്ട വേദഭാഗം. അതുകൊണ്ട് ഇങ്ങനെ പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഈ വേദഭാഗത്തിൽ ഒരാൾ മാത്രമേ വേശ്യമാരോടുകൂടി മുതൽ മുഴുവൻ പകുത്തു തിന്നുവെന്ന് ഒരാളെ പറയുന്നുള്ളൂ. ആരാ പറയുന്നത് അറിയോ? മൂത്തയാള്. പിതാവ് പറയുന്നുണ്ടോ? ക്രിസ്തു പറയുന്നുണ്ടോ? ക്രിസ്തു പോലും പറയുന്നത് ഇപ്പം പറയുമ്പം മൂത്ത മകൻ പറഞ്ഞതായിട്ട്. ഇളയ മകൻ പറയുന്നുണ്ടോ? ഇളയ മകൻ മുഴുവൻ അടിച്ചു പൊളിച്ചു കളഞ്ഞപ്പോഴും വേശ്യാവുന്ന പദം അവിടെ ചേർക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ? ഈ മൂത്ത മകൻ വൈരാഗ്യത്തോടെ പറയുന്ന വാക്കാ വേശ്യ എന്ന പദം. യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഇപ്പം ഈ സുവിശേഷത്തിന്റെ കോണ്ടസ്റ്റ് അനുസരിച്ച് ഈ അത് ഞാൻ പറയാം, പിന്നെ പറയാം. നിങ്ങൾ പറയാം. ഏതാ പാവം? പറയാം. ഒരു ഹോംവർക്ക് പോലെ പറഞ്ഞു. പക്ഷെ ഹോം ഇതാന്നേ ഉള്ളൂ. എങ്ങനെ പാവം ചെയ്തു? എന്തോ കേൾക്കാൻ വയ്യ. പറ. അത് ഇതുമായിട്ട് എന്തോ ബന്ധം? ഈ മകനുമായിട്ട് എന്തോ ബന്ധം? ഞാൻ ചോദിച്ചത് ഈ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ എന്താ ഞാൻ ചോദിക്കുന്നത്. ഈ ഇളയ മകൻ പാപം ചെയ്തു മരിച്ചു എന്ന് പറയുന്നു, പക്ഷെ നമ്മൾ ജീവനുള്ളവനായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞു മരിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു, അത് പാവമാണെന്ന് പറഞ്ഞു. ആ പാവം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതിലെന്ത് ലോകസുഖവും അദ്ദേഹം നേടിയത്? അത് പറ.
വേദോത്സവം പറയണം അവൻ ലോസുഖം നേടി. ഏത് ലോസുഖം തേടിയത്? അവൻ അടിച്ചു പൊളിച്ചു എന്നൊരു വാക്ക്, അല്ലെങ്കിൽ അവൻ മുഴുവൻ ദൂർത്തടിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ അവിടെ പറയുന്നു. പക്ഷെ അതിന് ക്ലാരിഫൈ ചെയ്യുന്നൊരു വാക്ക് ഇതിലും പറയാനുണ്ടോ? എന്തോ അപ്പനെ വേദനിപ്പിച്ചു, അപ്പന്റെ സ്നേഹത്തിൽ നിന്നും ആകുന്നു. അത് കുഴപ്പമില്ലാത്ത മറുപടിയാണ്. അപ്പന്റെ അതിന്റെ ഇടയ്ക്ക് വേറെ ഉത്തരവാദികൾ പറഞ്ഞു. അപ്പന്റെ അല്ല, അതിന് മുമ്പ് അപ്പന്റെ അടുക്കൽ നിന്നാകുന്നു. കാരണം അപ്പനെ അറിയത്തില്ലേ, വസ്തുവം മേടിച്ചാൽ അവൻ ഇവിടെ നിൽക്കുന്ന മകനല്ല. ഇത് ആരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത്. അപ്പൻ അനുവദിച്ചാൽ പിന്നെ അതിൽ വല്ല ബോണ്ടേജ് ഉണ്ടോ? അപ്പൻ അനുവദിച്ച് തന്നെ വിടുകയാ, പിന്നെ അതിൽ വല്ല ബോണ്ടേജ് ഉണ്ടോ? പക്ഷേ പഴയ നിയമത്തിലെ ഒരു കൽപ്പന ലംഘിച്ചിട്ടുണ്ട്. 10 കൽപ്പനയിൽപ്പെടുന്നതല്ല, നിന്റെ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിരുകളെ നിങ്ങൾ മാറ്റരുത്. പിതാക്കന്മാരുടെ അവകാശം അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ടതാണ്. ഇവൻ ആർക്ക് കൊടുക്കേണ്ടതാ? ഇവന്റെ മകന് കൊടുക്കേണ്ടതാ. നമ്മുടെ UK യൂറോപ്പിൽ പോകുന്നവരുടെ കൂട്ട് ഒരു 4 കാല ഓലപ്പുര പോലും വെക്കാതെ വിറ്റുപറിക്കൊണ്ടാ പോയത്. തിരിച്ചു വന്നാല് നമ്മുടെ ദുബായിലും മിഡിൽ ഈസ്റ്റിലൊക്കെ പോയവരുടെ പ്രത്യാശ എന്തായിരുന്നു അറിയാമോ? തിരിച്ചിവിടെ വരണം. അതുകൊണ്ട് അവരുണ്ടാക്കുന്നതല്ലേ അങ്ങോട്ട് വിട്ടത്. UK യൂറോപ്പിൽ പോകുന്നവർ ഇങ്ങോട്ട് വിടുന്നുണ്ടോ? കാരണം ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഇതുപോലെ പോയൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് പഴയ ആള് പറയുന്നത്, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലെയുള്ളൊരു 4 കാല ആ 4 കാല ഉറപ്പ് മതി. അവിടെയുള്ള AC വീടിനേക്കാൾ അവന്റെ സുരക്ഷിത എവിടെയാ? മനസ്സിലായോ? ഇതില്ലാതെ പോയൊരു മനുഷ്യനാണ്. അവന്റെ പ്രശ്നം പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിർവരമ്പിനെ അല്ലെങ്കിൽ അതിരുകല്ലിനെ അവൻ നീക്കിയെന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും കണക്കാക്കാതെ അപ്പം പറയുകയാണ് ഇവൻ മരിച്ചു. എങ്ങനെയാ മരിച്ചത്? വേദോത്സവം മരണത്തെക്കുറിച്ച് ഏറ്റവും നല്ല ക്ലാരിറ്റി കൊടുക്കുന്ന വേദഭാഗം ഈ വേദഭാഗമാണ്. അപ്പന്റെയും സഹോദരന്റെയും ബന്ധത്തും വിച്ഛേദിക്കപ്പെട്ട് നീ ദൂരേക്ക് പോയാൽ നീ ആരാണ്? അപ്പന്റെയും സഹോദരന്റെയും ബന്ധം വിച്ഛേദിച്ച് ഇവിടെ ഇരിക്കുന്നവൻ. നീ ചെറിയ കാര്യത്തിന് അമ്മായിയമ്മയോടും അമ്മായിപ്പനോടും പിണങ്ങി നീ ദൂരദേശത്തേക്കാ താമസിക്കുന്നതെങ്കിൽ, ഞാൻ എന്റെ കുടുംബം എന്ന് ഉദ്ദേശിച്ച് ഭർത്താവിനെയും കൊണ്ട് എന്റെ മക്കളും ഞാനും മതി എന്ന് പറഞ്ഞ് ദൂരെ നീ വീട് മേടിച്ചടിച്ച് താമസിക്കുമ്പോൾ, അപ്പനെ നോക്കാതെ അമ്മയെ നോക്കാതെ ജീവിക്കുമ്പോൾ, സഹോദരന്റെ വീട്ടിൽ കഞ്ചി വെക്കുന്നുണ്ടോ എന്ന് നോക്കാതെ നീ ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ, നീ ആരാ? മരിച്ചവനാ. അവർക്കാ മരണത്തിന്റെ ശുശ്രൂഷ ആവശ്യം. ഇവിടെ വലിയ ആർഭാടത്തോടെ വന്ന പല മനുഷ്യരും ഇന്ന് എങ്ങനെയുള്ളവരാ? മരിച്ചവർ തന്നെയാ. നമുക്കറിയാം, പള്ളിയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ ചുമ്മാതെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ കൂട്ടിക്കല് വെള്ളപ്പൊക്കം ആയിരുന്ന സമയത്ത് ഞാനായിരുന്നു അവിടെ വികാരി. എനിക്കറിയാത്ത ഒരുപാട് ആൾക്കാർ അവിടുത്തെ പ്രശ്നം കൊണ്ട് പൈസ അയച്ചതിലുണ്ട്. അന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അത്രയും വീട് 10-20 വീടോളം നമുക്ക് വെക്കാമല്ലോ. പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്. എത്രയോ ആൾക്കാർ സ്വന്തം അമ്മയ്ക്ക് വലുവിന്റെ മരുന്ന് പോലും മേടിച്ചു കൊടുക്കാതാണെന്നറിയാമോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പരസ്യം കാണുമ്പോൾ വിട്ടു തരുന്നത്. അത് അനുഗ്രഹത്തെക്കാൾ ഉപരി എന്താണെന്നറിയാമോ? ശാപം. സ്വന്തം സഹോദരന്റെ മക്കള് നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ആ സെമസ്റ്ററിന്റെ ഫീസ് കൊടുക്കാനില്ലാതെ തിരികെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും വീട്ടിൽ ആർഭാടമായിട്ട് സദ്യ ഒരുക്കി അന്യരെയൊക്കെ വിളിച്ച് സന്തോഷിക്കുന്ന മനുഷ്യരുണ്ട്. വേണമെങ്കിൽ ഇവരെയും കൂടെ വിളിക്കും. സ്വന്തം ബന്ധത്തിൽ നിന്ന് നീ ദൂരെ ആയിരിക്കുകയാണെങ്കിൽ, അത് എന്തുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൂരെ ആയിരിക്കുമെങ്കിൽ, നിന്നെ വിളിക്കുന്ന പേര് മരിച്ചവനായെന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ഈ ധ്യാന പ്രസംഗമല്ല. അവർക്ക് വേണ്ടത് 4 ക്രമങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്. ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥന നടത്തി കല്ലറയിൽ കൊണ്ട് അടക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവരെ പോലെയാണ്. പിന്നെ എങ്ങനാ ഈ മനുഷ്യൻ ജീവിച്ചത്? എങ്ങനെയാ ജീവിച്ചത്? തിരികെ അപ്പന്റെയും സഹോദരന്റെയും ബന്ധത്തിലേക്ക് വരുമ്പോൾ വേദോത്സവം പറയാണ്, ഇപ്പോൾ ഇവൻ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ജീവിക്കുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? പിണങ്ങിയിരിക്കുന്ന അപ്പന്റെ അടുക്കിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇന്ന് ആർജവത്തോടെ സ്നേഹത്തോടെ പോകാൻ പറ്റുമോ? പിണങ്ങിയിരിക്കുന്ന അമ്മയുടെ അടുക്കൽ അമ്മായിമ്മയുടെ അടുക്കൽ പോകാൻ പറ്റുമോ? പിണങ്ങിയിരിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് സ്നേഹത്തോടെ ഇന്ന് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെയെങ്കിൽ ധ്യാനം വിജയിച്ചു. ഇല്ലെങ്കിൽ ഇതൊന്നും കൂടെ ന്യായവിധിക്ക് കാരണമായി തീരത്തേയുള്ളൂ. പോകണം. പിണങ്ങിയിരിക്കുന്നവരുടെ അടുക്കിലേക്ക് തിരികെ പോകുമ്പോൾ
വേദോത്സവം നിന്നെ വിളിക്കുന്ന പേര് എന്താണ്? ജീവിച്ചിരിക്കുന്നു. വേദോത്സവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വാക്കും അത് തന്നെയാണ്. ജീവന്റെ വചനം നമുക്ക് നൽകിയത്, ജീവനുള്ള തിരുശരീരം നമുക്ക് നൽകിയത് മരിച്ചവരെ പോലെ ആയിരിക്കുവാനല്ല, മറിച്ചോ ജീവനുള്ളവരായിരിക്കാൻ. പറ്റുമോ? ഈ ഇളയ മകൻ മൂത്ത മകൻ വന്ന് പറയുന്ന വാക്ക്, ഈ നിന്റെ മകൻ വേശ്യമാരോടുകൂടി മുഴുവൻ മുതൽ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ നീ തടുപ്പിച്ച കാളക്കുട്ടിയാർത്തു. അപ്പൻ നൈസായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വേദോത്സവം നോക്കിയേ, 32 വാക്യം, 31, 32 വാക്യം എന്താ പറയുന്നത്? മനെ നീ എന്നോടുകൂടെ ഇരിക്കുന്നു, നിന്റെ ഈ സഹോദരനോ. മൂത്തമകൻ പറഞ്ഞ വാക്ക് എന്താ? ഈ നിന്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞത് എന്താ? ഈ നിന്റെ സഹോദരൻ. വാക്കിന് വ്യത്യാസം വല്ലതും ഉണ്ടോ? യഹൂദ സംസ്കാരത്തിൽ ഒരപ്പനാണെങ്കിലും ഒരുപാട് അമ്മമാരുണ്ട്. അപ്പൊ ഏതെങ്കിലും അമ്മയുടെ മകൻ, ഏതായാലും നിന്റെ ഒരു സ്ത്രീയുടെ മകൻ, എനിക്കൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു മകൻ എന്നാ പറയുന്നത്. അപ്പൻ അവനിങ്ങനെ തോളത്ത് ഇട്ടിട്ട് പറയുക, മകനെ അങ്ങനെയല്ല, ഈ നിന്റെ സഹോദരൻ. പറയുകയാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാ. ഈ അപ്പൻ ഇനി വല്ലതും ഉണ്ടോ? 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 എന്തോ ഉണ്ട്? പറഞ്ഞോ, എന്തോ അനുഗ്രഹം. ഉള്ള സമ്പത്ത് മുഴുവൻ രണ്ടുപേരും കൊടുത്ത് ഓട്ടക്കാരനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാ. എന്തോ അനുഗ്രഹം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക, നിങ്ങളുടെ അപ്പനെ വസ്തുവം മുഴുവൻ എടുക്കുക. അപ്പനും അമ്മ പറയാം, ഞാൻ നിനക്ക് അനുഗ്രഹം തരാം, വസ്തുവം മുഴുവൻ ഞാനും എടുത്തോട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ഞാൻ എഴുതി മേടിക്കുക. ഇവിടുത്തെ അച്ഛൻ്റെ പേര്, നിങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെയും കൈ തലയിൽ കൈ വെച്ചുള്ള അനുഗ്രഹം. ഓക്കെയാണോ? സോൾ. അപ്പന് ഒരു കാര്യമേ ഉള്ളൂ മൂല്യമുള്ളതായിട്ട്. ഏതാണെന്നറിയാമോ? ഓട്ടക്കാരനായിട്ട് വന്ന ഈ മകൻ. അതുകൊണ്ടാണ് ദൈവത്തിന് ബലിയഴിക്കുന്ന ബലിമൃഗത്തെ അവന് വേണ്ടി ഇറക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മൂത്ത മകനോട് പറയുക, മോനെ, ഇത് നിന്റെ ഏതെങ്കിലും ഒരു സഹോദരൻ, എന്റെ ഏതെങ്കിലും ഒരു മകനല്ല, നിന്റെ സഹോദരൻ, നീ മൂത്ത മകനാ. അപ്പനെ പോലെ ഇവനെ നീ കൈക്കൊള്ളണം. ഞാൻ ഇവനെ വളർത്തിയിട്ട് ഇവൻ അത്രയ്ക്കൊന്നും നല്ലതാകാതെ കഴകം കെട്ട് പോയവനാ. ഇവനെ ഇനി ഈ ലോക ജീവിതത്തിലോട്ട് വിട്ടാൽ ഇവൻ താളടിയായി പോകത്തേ. നീ നിന്റെ കൂടെ നിർത്തി നീ എങ്ങനെ ഒരു ഭവനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ പഠിപ്പിച്ച് കഴിവുള്ള ഒരുക്കമുള്ള ഒരു മകനാക്കി തീർക്കണം. ഈ മകൻ എനിക്ക് സകലത്തിലും മൂല്യമുള്ളവനാണ്. ആ ഉത്തമഗീതക്കാരനെ പോലെ ഇങ്ങനെ പറയാം. ഉത്തമഗീതക്കാരൻ അസ്ട്രിയോട് പറയാണ്, അവൻ എനിക്കുള്ളവനാ. യെരുശലേം പുത്രിമാരെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറഞ്ഞുണ്ട്? യെരുശലേം പുത്രിമാരെ, അവൻ എനിക്കുള്ളവനാ, എനിക്ക് മാത്രം. ആടിനെ പോലെ തന്റെ ജീവൻ കൊടുത്തും ആ ആടിനെ ഒന്നേ ഉള്ളെങ്കിലും അതിനെ സ്വീകരിക്കണം, അതെന്റേതാണെന്ന് കണ്ട് അപ്പൻ മരിച്ചവനെ ജീവിപ്പിക്കുന്ന മനോഭാവം പറ്റുന്നുണ്ടോ? മരിച്ചവരെ ജീവിപ്പിക്കുവാനായിട്ട് ഈ മനോഭാവം വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും ആ പൂജ്യത്തിൽ തന്നെ കിടന്ന് കറങ്ങുക. ജീവിച്ചതും പൂജ്യത്തിൽ, മരിച്ചതും പൂജ്യത്തിൽ. ഇപ്പോഴും ശൂന്യം തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും ആക്കിയിട്ട്, അപ്പാ ഞാൻ ഒരു നാണയം എനിക്ക് തന്നു, അല്ല 2 തന്നുള്ളൂ, ഇതാ ഇരട്ടി, ഇതാ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് പോലെ ചെയ്തു, പക്ഷെ അത്രയും പ്രാപ്തിയോടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയുന്നില്ല, ഇതാ നീ പിടിച്ചോളുക. അവിടെ അപ്പം പറയും, എന്ത് പറയും? എന്നാ പറയുന്നത്? ആ ഇല്ലാത്തവൻ്റെ ഉള്ളതും കൂടെ പിടിച്ച് ഇവന് കൊടുക്കുക. ഇല്ലാത്തവനെ എങ്ങോട്ട് തള്ളിക്കളയുക? അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. സ്വർഗത്തിലേക്ക് വലിച്ചു കയറ്റുവാനായിട്ട് ഈ പിതാവ് കരുണയുടെ വഴികണ്ണുകൾ കൊണ്ട് നിന്നു. ആർദ്രതയുടെ അനുരഞ്ജനത്തിന്റെ ഭാഷ്യം ചമച്ചു. മരിച്ചവനെ ജീവിപ്പിക്കുന്ന മനോഭാവത്തോടെ 2 മക്കളെയും ഭവനത്തിന്റെ അകത്തേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിന്റെ സമൃദ്ധിയിലേക്ക് വലിച്ചു കയറ്റുക. ഈ സന്തോഷം ചെണ്ടകുട്ടും വാദ്യമേളങ്ങളും വെടിക്കെട്ടുകളുമല്ല. സന്തോഷം പിതാവിന്റെ കൂടെയുള്ള സുബോധമുള്ള ജീവിതം. ഓർത്തുകൊള്ളുക, എന്താണ്?
സുബോധമുള്ള ജീവിതം. സുബോധമുള്ള ജീവിതം അടുത്തിടത്തോളം കാലം നമ്മളിങ്ങനെ വീണ്ടും ആ ഒരു പൂജ്യത്തിൻ്റെ ഒരിടത്ത് തുടങ്ങി അടുത്തിടത്തേക്ക് വരിക. വീണ്ടും ഇങ്ങനെ കറങ്ങി ആ നാറാണത്തിൻ്റെ കൂട്ട് കല്ലുരുട്ടി മുകളിൽ കയറ്റുക, ആ കല്ല് തിരിച്ച് താഴേക്ക് വിടുക, വീണ്ടും കല്ലുയർത്തുക, തിരിച്ച് താഴേക്ക് കയറ്റുക. അധ്വാനം തന്നെ ഒരു മൂല്യമില്ലാത്ത ഫലമായി തീരും. ചിലപ്പോൾ നാരായണത്തിൻ്റെ ഒക്കെ ഒരു ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു കഥയാണെങ്കിൽ ഒരു ജീവിതത്തിൽ തലമുറകൾക്ക് ഒന്നും ഒരു ഉദാഹരണവും കൊടുക്കാൻ പറ്റാത്ത കഥയായി നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നോമ്പിനെ കുറിച്ച് വ്യക്തമായി പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. എടുത്തോ, യെശയ്യാവിൻ്റെ പുസ്തകം. യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം മുഴുവൻ നോമ്പിനെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. അതിൻ്റെ 7-ന്റെ സി പാട്ട് പറയുകയാണ്, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവരെ നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതാണ് നോമ്പ്. പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്, നമ്മളൊരു മെസ്സേജ് കേട്ടാൽ 100ഉം 1000ഉം 10,000ഉം 20,000 ഒക്കെ ആയിരിക്കും. അപ്പനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടോ? അമ്മയ്ക്ക് ഒന്ന് സന്തോഷത്തോടെ അമ്മയെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ അമ്മയെ ഒന്ന് ചുംബിച്ചിട്ട് എത്ര വർഷമായി കാണും? ചില ആൾക്കാർ പറയും മരിച്ചു പോയെന്നൊക്കെ പറയും. ജീവനോടുള്ള അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ച് ചുംബിച്ചിട്ട് എത്ര വർഷമായി കാണും? അപ്പനെ ഒന്ന് വാരി പിണർന്ന് ഒന്ന് ഉമ്മ വെച്ചിട്ട് എത്ര നാളായി കാണും? സഹോദരങ്ങളെ സ്നേഹത്തോടെ പിടിച്ചൊന്ന് തലോടിയിട്ട് എത്ര നാളായി കാണും? നിന്റെ മാംസരക്തങ്ങളെ നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്ന യഥാർത്ഥ നോമ്പ്, യഥാർത്ഥ പ്രാർത്ഥന. ഇവിടെ വരുന്നതല്ല നോമ്പും പ്രാർത്ഥന, അത് തികച്ചിട്ട് ഇവിടെ വരുന്നതാണ് യഥാർത്ഥ നോമ്പും പ്രാർത്ഥന. കാരണം ഇത് തികയ്ക്കുകയും പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, തൃപ്തിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും ജീവിതത്തിലാണ്. അതുകൊണ്ട് ആ മനോഭാവത്തിലേക്ക് വളരുവാൻ നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഭാവത്തെ ആർജിച്ചെടുക്കുക. അല്പം വില്ലിച്ചു നിൽക്കുന്ന മനോഭാവത്തെ മാറ്റി ക്ഷമിക്കുന്നതാണ് സ്വർഗത്തിൻ്റെ അവകാശത്തിന് ഏറെ നല്ലതെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈ സ്നേഹവാനായ പിതാവിൻ്റെ കൂട്ട് ജീവിത മാതൃകകൾ കെട്ടിപ്പിടുക, സംസ്കാരത്തെ തന്നെ കെട്ടിമറിയാം. ഓയ്യോ, സ്നേഹത്തിന് വേണ്ടി എന്തും നിങ്ങൾക്ക് മറികടക്കാം. വിശുദ്ധ സ്നേഹത്തിന് വേണ്ടി എന്തും നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ അവകാശിയായിത്തീരും. നിങ്ങൾ നോക്കിയേ, പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധിയാ മുന്നിട്ട് നൽകുന്നത്. യഹൂദന്മാരോട് പറയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങൾ പഴയ നിയമം വിട്ടിട്ട് പുതിയ നിയമത്തിലേക്ക് വന്നേ. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധിയല്ല മുന്നിട്ട് നൽകുന്നത്, മറിച്ചോ സ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെയാ സ്നേഹിക്കുവാൻ കഴിയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സ്നേഹമാണ് പ്രധാനം എന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ, എനിക്ക് ഈ അവസരം തന്ന ഇവിടുത്തെ വികാരി അച്ഛനോടും സഹവികാരിമാരോടും ഈ പള്ളിയുടെ അതിനുള്ള സ്ഥാനികളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. തന്ന സമയവും തന്ന വാക്കിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക് സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവമേ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്വ മഹാകാരുണ്യവാനുമായ ത്രിക ദൈവമേ, ഞങ്ങളുടെ വാക്കുകളിൽ തിരുവചനത്തിൽ ചേരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കുകയും നിന്റെ ദിവ്യമായ വചനത്തിൻ്റെ ശക്തി ഈ മക്കളിൽ നിറയ്ക്കുകയും എന്നിലും നിറയ്ക്കുകയും ചെയ്ത് നിന്റെ ഹിതം നിവർത്തിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവസാന നാളിൽ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കിയ മക്കളായി ഞങ്ങളെ കാണുവാൻ ഇടയാകണമേ. അകത്ത് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യത ഒരുക്കി തരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.